വീഡിയോ सरस्वती नमस्तुभ्यं वरदे कामरूपिणी विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा सिद्धिर्भवतु मे सदा सिद्धिर्भवतु मे सदा गुरुर्ब्रह्मा गुरुर्विष्णु गुरुदेवो महेश्वरः गुरुः साक्षात् परब्रह्म तस्मै श्री गुरवे नमः। നമസ്തേ നമസ്തേ ടു എവ്രി വൺ. എല്ലാവർക്കും കേൾക്കാമല്ലോ അല്ലേ? പറയുന്നത് കേൾക്കാമല്ലോ? ഓക്കെ. നമ്മൾ കഴിഞ്ഞ ആഴ്ച അർജുന വിഷാദയോഗം സെൽഫ് അനാലിറ്റിക്സിൻ്റെ ആദ്യത്തെ ചാപ്റ്റർ എന്നുള്ള നിലയിൽ ഭഗവത്ഗീതയുടെ ആദ്യത്തെ ചാപ്റ്റർ അർജുന വിഷാദയോഗമാണ്. നമ്മൾ പെട്ടെന്ന് ഒരൊറ്റ ക്ലാസ്സിൽ അത് തീർത്തു. ഇനി വരുന്നത് നമ്മൾ ആക്ച്വൽ ഭഗവത്ഗീതയിലേക്ക് കയറുകയാണ്. ആൻഡ് അപ്പോൾ ഒരു ചാപ്റ്റർ വെച്ച് ഒരു ദിവസം ആയിരിക്കില്ല, അത്യാവശ്യം മെയിൻ പോർഷൻസിനെ ഇങ്ങനെ ക്ലബ് ചെയ്ത് കൊണ്ടുപോകും. അപ്പോൾ ഇന്ന് നമ്മൾ വി ആർ ഗോയിങ് ടു സീ ഫൗണ്ടേഷൻസ് ഓഫ് സെൽഫ് അനലിറ്റിക്സ്. സെൽഫ് അനലിറ്റിക്സിന്റെ ഫൗണ്ടേഷൻ ആണ് ആക്ച്വലി ഭഗവത്ഗീതയിൽ തന്നെ സാഖ്യയോഗം എന്നാണ് രണ്ടാമത്തെ അധ്യായത്തിന്റെ പേര്. ദാറ്റ് ഈസ് ദി യൂണിയൻ ത്രൂ അനാലിസിസ്. അതായത് അനലിറ്റിക്കൽ പ്രോസസ്സിലൂടെ നമുക്ക് ആത്മജ്ഞാനം നൽകുന്ന ഒരു ചാപ്റ്ററാണ് ഈ രണ്ടാമത്തെ അധ്യായം. അതിനെ ജ്ഞാനയോഗം എന്നും ചിലവർ വിളിക്കാറുണ്ട്, സാഖ്യയോഗം. ബിക്കോസ് ഇറ്റ് ഈസ് എ അനലിറ്റിക്കൽ പ്രോസസ്, ഈസ് ദ പ്രോസസ് ഓഫ് നോളജ്, ആൻഡ് ദെയർഫോർ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് ജ്ഞാനയോഗ. അപ്പൊ സാഖ്യയോഗം എന്നാണ് അതിന്റെ പേര്. അപ്പോൾ ഞാൻ അതിന് പേരിട്ടിരിക്കുന്നത് സെൽഫ് അനലിറ്റിക്സ് എന്നാണ്. അനലിറ്റിക്സ്, ദാറ്റ് ഈസ് ബേസിക്കലി വാട്ട് ഇറ്റ് ഈസ്, ആൻഡ് ദാറ്റ് ഈസ് ബേസിക്കലി വാട്ട് സാഖ്യയോഗ ഈസ്. അപ്പൊ അതില് ഈ രണ്ടാമത്തെ അധ്യായം എന്ന് പറയുന്നത് ഭഗവത്ഗീതയുടെ ഒരു സം ടോട്ടലാണ്. ഇറ്റ് ഇസ് ദ സം ടോട്ടൽ ഓഫ് ദ ഹോൾ ഓഫ് ഭഗവത്ഗീത. 18 അധ്യായങ്ങൾക്കും വേണ്ടിയിട്ടുള്ള ആദ്യത്തെ ഒരു ഇൻട്രഡക്ടറി ഇതാണ്, ചാപ്റ്ററാണ്. അപ്പൊ അതുകൊണ്ടാണ് ഫൗണ്ടേഷൻസ് ഓഫ് സെൽഫ് അനലിറ്റിക്സ് എന്ന് എഴുതിയത്. പിന്നീട് 3-ാമത്തെ അധ്യായം മുതൽ 18-ാമത്തെ അധ്യായം വരെ നമ്മൾ ആക്ച്വലി സെൽഫ് അനലിറ്റിക്സിന്റെ ഡീറ്റെയിൽസിലേക്കാണ് തന്നെയാണ് പോകുന്നത്. അതുകൊണ്ട് അതിനെ ഫൗണ്ടേഷൻസ് എന്ന് ഞാൻ വിളിച്ചു. അതായത് ഇറ്റ് ഈസ് എ ഓവർവ്യൂ ഓഫ് സെൽഫ് അനലിറ്റിക്സ്. അപ്പൊ അവിടുന്ന് വി വിൽ സ്റ്റാർട്ട് ഓഫ് ഫ്രം ദർ. അപ്പൊ അതിനു മുമ്പ് നമുക്ക് ജസ്റ്റ് ഫ്യൂ മിനിറ്റ്സ് ഓൺ വാട്ട് വി ഡിസ്കസ്ഡ് ഇൻ ദ ലാസ്റ്റ് ക്ലാസ്. അതായത് അർജുന വിഷാദ യോഗ,
presented the dilemma of Arjuna. Arjunന്റെ വിഷാദം അതായിരുന്നു, അർജുനന്റെ ഡൈലമയായിരുന്നു അവിടെ കാണിച്ചിരുന്നത്. അപ്പൊ അതിൽ എന്താണ് ഗ്രീഡ്, ജലസി, ആങ്കർ, നമ്മുടെ ഇന്നർ നമ്മളുടെ ഉള്ളിലേക്ക് തന്നെ കയറി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന നമ്മളുടെ മനസ്സ്, ബുദ്ധി, ശരീരം എന്ന് പറയുന്ന കുരുക്ഷേത്രത്തിന്റെ ഉള്ളില് ആ രണ്ട് സൈഡുകൾ, അത് ദ ഗുഡ്നസ്, ദ സൈഡ് ഓഫ് ഗുഡ്നസ് ആൻഡ് ദ സൈഡ് ഓഫ് evil or selfishness. അപ്പൊ ശരിക്കും പറയുകയാണെങ്കിൽ സെൽഫ്ലെസ്നെസ്, ദ സൈഡ് ഓഫ് സെൽഫ്ലെസ്നെസ് ആൻഡ് ദ സൈഡ് ഓഫ് സെൽഫിഷ്നെസ് എന്ന് വേണമെങ്കിൽ പറയാം. സെൽഫ്ലെസ്നെസ് represented by the Pandava forces, which with Sri Krishna right there to guide and counsel Arjuna, Bhima, Yudhishthira and all those people. And on the right side, and the other side is the side of selfishness is the Kauravas, the dark forces, and being led by Bhishma and Duryodhana and all those people. അപ്പൊ അത് നമ്മളുടെ ഉള്ളിൽ നടക്കുന്ന ഫോഴ്സസ് ആണ്. രണ്ട് ഫോഴ്സ് തമ്മിലുള്ള വടംവലിയാണ്. എന്തൊക്കെയാണ് ആ ഫോഴ്സസ്? ദ കൗരവ ഫോഴ്സസ്, ദ ബ്ലാക്ക് ഫോഴ്സസ്, ദ ഗ്രീഡ്, ജലസി, ഹാങ്കർ, ഹേറ്റ്രഡ്, ഡിസ്ട്രസ്റ്റ്, ഷെയിംഫുൾനെസ്, എക്സെട്ര. And on the other side, the Pandava, the goodness side, the white side, represented by love, excitement and trust and selflessness to boot. അപ്പൊ ഇത് രണ്ട് തമ്മിലുള്ള ഒരു ഫൈറ്റ് ആണ് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നടക്കുകയാണ്. ഇത് അപ്പോ നമുക്ക് when we are faced with challenges in our life, situations where we have to decide where we should take the path of pleasure or the path of goodness, ഇതിൽ ഏതാണ് എടുക്കേണ്ടത്? എനിക്കറിയാം ഗുഡ്നസ് എന്താണെന്ന്, സെൽഫിഷ്നസ് എന്താണെന്നും എനിക്കറിയാം. പക്ഷേ ആ സമയത്ത് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഒരു കോഗ്നിറ്റീവ് ടെൻഷൻ, അതാണ് അർജുനന്റെ വിഷാദം എന്ന് പറയുന്നത്. ഇത് ഈ രണ്ട് ഫോഴ്സുകൾ തമ്മിലുള്ള അതില് ആ ഗ്രീഡും ജലസിയും ആങ്കറും ഹേറ്റ്രഡും ഡിസ്ഗസ്റ്റും ഒക്കെ അത് പ്രിഡോമിനേറ്റ് ചെയ്യുകയാണെങ്കിൽ what is happening is that the goodness it's very difficult for goodness to be exhibited and it will be suppressed. Goodness will be suppressed. Appo in a practical sense it is all about, if you look at it in another perspective, it is result orientation versus goal orientation. You set up goals, higher goals, the positive side, and just mere selfish results. So that result orientation is the Kaurava forces and the goal orientation is the Pandava forces. Or we can call it as expectations versus inspiration. Expectations നമ്മളുടെ എൻ്റെ ഗെയിൻ, എനിക്കെന്ത് കിട്ടും ഇതിൽ നിന്ന് എന്നുള്ള ആ ഒരു എക്സ്പെക്ടേഷൻ, അതിന് അഗൻസ്റ്റ് ആയിട്ട് ഇൻസ്പിരേഷൻ. ഇറസ്പെക്റ്റീവ് ഓഫ് വാട്ട് ഐ ഗെയിൻ, ഐ ഡു ദിസ് ബിക്കോസ് ഐ എം ഇൻസ്പയർഡ് ആൻഡ് ഐ എം ഗോയിങ് ടു ഇൻസ്പയർ ദ പീപ്പിൾ ഐ ടച്ച്, ഐ കണക്ട് വിത്ത്. അപ്പൊ എക്സ്പെക്ടേഷൻസും ഇൻസ്പിരേഷൻ തമ്മിലുള്ള ഫോഴ്സസ് റെഡിയായി നിൽക്കുമ്പോൾ ഇതില് നമ്മൾ ആരുടെ കൂടെയാണ് എൻ്റെ മനസ്സിനെയും ബുദ്ധിയെയും എൻ്റെ ശരീരത്തിനെയും കോൺസിക്വന്റ്ലി ഞാൻ കൊണ്ടുപോകേണ്ടത് എന്നുള്ളതിന്റെ ഡൈലമ. ദാറ്റ് ഈസ് ദ ഡൈലമ ഓഫ് അർജുന. അപ്പോ ഈ രണ്ട് ഫോഴ്സ് ഒരേപോലെ വരുമ്പോഴാണ് സാധാരണ കൺഫ്യൂഷൻ വരുന്നത്. അപ്പോൾ നീദർ ഹിയർ നോർ ദർ എന്നുള്ള ഒരു ഇമോഷണൽ ടർബുലൻസ്, ദാറ്റ് ടർബുലൻസ് ഈസ് റെപ്രസെന്റഡ് ബൈ അർജുന, വേർ അർജുന ഗെറ്റ്സ് he identifies with these problems, he tries to justify his predicament and he tries to condemn himself എന്നുള്ള ഒരു കണ്ടീഷനിൽ വരുമ്പോഴാണ് സാധാരണ ചലഞ്ചസ് ഫേസ് ചെയ്യുമ്പോൾ നമ്മൾ ഓടിപ്പോകുന്നത്. അത് അർജുനന് സംഭവിച്ചു. പക്ഷേ അർജുനൻ ഓടിപ്പോയില്ല. he was in that state and he did something which I think we all should learn. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുള്ള സിറ്റുവേഷൻസിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, and if you feel hopelessly out of any action plan, then the first thing to do is to get saner counsel. ആരെങ്കിലും get the help of somebody. അതിനു വേണ്ടിയിട്ടുള്ള ഒരു മാനസികമായിട്ടുള്ള പ്രിപ്പറേഷൻ അല്ലെങ്കിൽ അതിനുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാവണം. അത് ആറ്റിറ്റ്യൂഡ് ഇല്ലാണ്ട് ഓടിപ്പോകലാണ് പല ആൾക്കാരും ചെയ്യുന്നത്. ആവറേജ് പേഴ്സൺ, an average performer runs away from challenges, whereas a star performer, even though yes he is also a human being, he might be faced with these problems, but then he will seek wise counsel. That is the lesson that we need to initially learn from Arjuna Vishada Yoga. അങ്ങനെയുള്ള വിഷാദങ്ങളിൽ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ് അവിടെ നമ്മൾ ആദ്യം കാണുന്നത്. എന്തുകൊണ്ടാണ് അർജുനൻ അത് ചെയ്യാൻ സാധിച്ചത്? ബിക്കോസ് he had a mind that is capable of thinking on the positive sides. സാത്വിക് ആയിട്ടുള്ള ഒരു മനസ്സുണ്ടായിരുന്നു. ആ സാത്വിക് മനസ്സുള്ളത് കൊണ്ടാണ് അത് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ അത് നമുക്ക് എങ്ങനെയാണ് ഈ സാത്വിക് മനസ്സ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുക? കുട്ടിക്കാലം മുതലുള്ള ട്രെയിനിങ് ആണ് അതിനാവശ്യം. ചെറുപ്പത്തിലും കുട്ടിക്കാലത്തുമൊക്കെയുള്ള ട്രെയിനിങ്. പാരന്റ്സ് can play a significant role in creating a sattvic mind so that the attitudes will be right. അപ്പൊ that is survival versus attachment emotions എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിൽ നടക്കുന്ന ഒരു പ്രക്രിയയാണ്.
അപ്പൊ അത് സെയിം ഈ പ്രോസസ്സ് നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ ഒരു പ്രെഡിക്കമെന്റ് മാത്രമല്ല. സപ്പോസ് യു ആർ ഇൻ ദ വർക്കിംഗ് സ്പേസ് ആൻഡ് യു ആർ എ ലീഡർ, ദെൻ leaders can also inspire from this understanding of this survival and attachment emotions taking flight in everyone's minds. When teams love their work, otherwise, don't put pressure on them, undue stress, unrealistic targets, aggressive, management strategies, unplanned work, firefighting strategies, etc. കൊണ്ടുവന്ന് അവരെ അൺസെറ്റിൽ ചെയ്യാണ്ടിരിക്കാൻ നോക്കണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ they will actually be in the same kind of Arjuna situation. So we need to balance that out. അതാണ് നമ്മൾ അർജുനന്റെ വിഷാദ യോഗത്തിൽ ആദ്യം കണ്ടത്. And we also saw that we have the body, the physiology, the mind, the intellect and the memories. ഇതൊരു layers ആണ്, layers of our personality defined by വേദാന്ത ഫിലോസഫി. നമ്മളുടെ വേദാന്ത ഫിലോസഫിയിൽ പറഞ്ഞിരിക്കുന്നതാണ്. ബോഡി അന്നമയ കോശ, physiology pranamaya kosha, mind manomaya kosha, intellect vijnanamaya kosha, and memories and other impressions that forms the anandamaya kosha. And right inside all these layers stay what? That self, the self, the atman within us, which is the representation, or which is nothing but knowledge, existence, knowledge and bliss. Sat chit anandam ആയിട്ടുള്ള ആത്മൻ അതിൻ്റെ ഉള്ളിൽ ഇരിക്കുകയാണ്. അപ്പോൾ അത് നമ്മളിതൊന്ന് ഈ 5 ലെയേഴ്സിനെ നോക്കാം. ആദ്യത്തെ 5 ലെയർ സെൽഫിനെ മൂടിയിട്ടിരിക്കുന്ന 5 ലെയറുകൾ. ബോഡി താഴെ നിന്ന് തുടങ്ങാം മുകളിലേക്ക്. പവർ, ബോഡിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? പവർ, സ്ട്രെങ്ത്. പിന്നെ ഫിസിയോളജിയുടെ, ദാറ്റ് ഈസ് ആക്ച്വലി ഇറ്റ്സ് ഓൾ അബൌട്ട് എനർജി ആൻഡ് ഫ്ലോ ഓഫ് സിഗ്നൽസ്. അതാണ് അത് പ്രാണമയ കോശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിയോളജിക്കൽ ആസ്പെക്ട്സ് ആണ്, നമ്മുടെ മെറ്റബോളിക് ആക്ടിവിറ്റീസും ആൻഡ് ഓൾസോ ദ പവർ ഓഫ് തിങ്കിങ് എക്സെട്ര വിച്ച് ഡ്രൈവ്സ് സം electrochemical signals within us. അത് blood flow, including blood flow and all those things are represented by that. So it can be represented as the symbolization of energy and your capability to think fluidly. ഇങ്ങനെ റിജിഡ് ആയിട്ടുള്ള തോട്ട് പ്രോസസ്സിൽ കടന്ന് നമ്മളെ എന്താ പറയുക സ്റ്റോൺ വോൾഡ് ആവുന്നതിന് പകരം what we need to do is to have an open mind and fluid thinking. That is representing the physiological aspect of the pranamaya kosha, energy and fluid thinking. And in the mind, we have a mind that is determined, purposeful, productive and peaceful. That is basically it is a product of focus, and it is a product of compassion that comes in the mind, the manomaya kosha. And then comes righteousness, ideation and creativity. And it is all about ideas and convictions, judgment capabilities, etc. Based on that, that is the vijnanamaya kosha, or the intellectual sheath, intellect. And then the anandamaya kosha comes, which is about impressions, habits, all those formed by experiences, and therefore ultimately showing as our intentions and our motivations to do things. Or in the outer sphere, you can call it as the inspiration that we can provide, the inner motivation that we can provide, inspiration which identifies with the self, and it is basically it's an integration to the joys of the self. And if you can actually channelize this power of strength, fluid thinking capabilities, focus of mind and compassion, ideas and judgment capabilities, and the power to be motivated by the joys of the self, then you have actually integrated yourself with the atmiya, that power, the atma shakti, the self. നമ്മുടെ ഉള്ളിലുള്ള ആത്മീയ ശക്തി, ഈശ്വരത്വത്തിന്റെ സ്പാർക്ക്, നമ്മുടെ ഉള്ളിലുള്ള ആ സ്പാർക്കുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഈ ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ഈസ് എക്സാക്ട്ലി വാട്ട് the process of goodness and the path of goodness will reward you with. Adana Pandavanmarade, the goodness, the white side of the Kurukshetra war. That is the reason why we heard the sconge sounds of various of the leaders, and also Krishna, Panchajanya Modulla, നമ്മളുടെ 5 ശംഖുകള്, പാഞ്ചജന്യം, മണിപുഷ്പകം, അനന്തവിജയ, ദേവദത്ത, സുഖഘോഷ ആൻഡ് പൗണ്ട്ര എന്ന് പറയുന്ന അതിന്റെ സിംബലൈസേഷൻ നമ്മൾ കണ്ടു. ദിസ് ഈസ് ഓൾ this symphony of conch music signifies the integration of these 5 personality layers, and 5 layers which make up the human constitution, and ultimately tying it to inspiration, the inner motivations, and leading you to the joys of the self and perfection in action and stardom at workplaces. അത് ആ ഒരു പ്രോസസ്സാണ് നമ്മൾ 2ാമത്തെ അധ്യായത്തിൽ കണ്ടത്. ഒന്നാമത്തെ അധ്യായത്തിന്റെ സമ്മറി അതായിരുന്നു നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. And now we are going to the second chapter. We are going to start, but before we really start the second chapter, there are 10 slokas
which are continuation of Arjuna Vishada Yoga from 2:1 to 2:10. അത് 10 ശ്ലോകം കൂടി നമുക്ക് പെട്ടെന്ന് കാണാം. So the foundations of self-analytics starts here. അപ്പൊ അതിനു മുമ്പ്, before I really start, I want to provide you with some basic definitions which you will be hearing throughout the 18 chapters. അപ്പൊ അത് കാരണം ഞാൻ ചില ഫണ്ടമെന്റൽ, അപ്പൊ അതില് ഈ പറയുന്ന ഡെഫിനിഷൻസ് പെട്ടെന്ന് ഇപ്പൊ മുഴുവൻ മനസ്സിലായിട്ടില്ലെങ്കിലും സാരമില്ല, ബട്ട് ഐ ജസ്റ്റ് വാണ്ട് ടു സമ്മറൈസ് സോ ദാറ്റ് we are going to see in detail each one of those and understand what it is all about. അപ്പൊ അത് ഫോർ എക്സാമ്പിൾ വന്ന് ബ്രഹ്മൻ. ഓക്കെ, നമ്മുടെ നോർമൽ ടേംസ് ആണ്. ബൃഹത് എന്നുള്ള വാക്കിൽ നിന്ന് ഉണ്ടായിരിക്കുന്നതാണ് ബ്രഹ്മൻ, അല്ലെങ്കിൽ അതിന്റെ ഇംഗ്ലീഷ് മീനിങ് എന്താണ്? ഇൻഫിനിറ്റ്. ബ്രഹ്മൻ ഇൻഫിനിറ്റ്, ബൃഹത് ഇൻഫിനിറ്റ്. ഓക്കെ, ദെൻ ബ്ലൂവിൽ എഴുതിയേക്കണത് പിന്നെ പറയാം. പിന്നെ പഞ്ചഭൂതാസ്, നെക്സ്റ്റ് ഇസ് പഞ്ചഭൂതാസ്, the 5 fundamental matter types. അതായത് earth, fire, air, space, water, etc. അത് അഞ്ചെണ്ണം. Okay, and gunas എന്ന് പറയുന്നത്, that's another term. Gunas, the 3 fundamental properties of nature or matter. സത്വ ഗുണ, രജോ ഗുണ and തമോ ഗുണ എന്ന് പറയുന്ന 3 ഗുണങ്ങളാണ് അത് ഗുണാസ് എന്ന് പറയുന്നത്. പിന്നെ now let us look at the definition of universe or prabanja. Universe അല്ലെങ്കിൽ പ്രപഞ്ചം, അത് ഇറ്റ് ഈസ് പ്രപഞ്ചം, ഫോംഡ് ഓഫ് ദ 5 ഭൂതാസ്, പഞ്ചഭൂതങ്ങളിൽ നിന്ന് ഉണ്ടായിട്ടുള്ള സാധനം, യൂണിവേഴ്സ്. പഞ്ചഭൂതത്തിൽ, അതാണ് പ്രപഞ്ചം എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് പാർട്ട് ഓഫ് യൂണിവേഴ്സ് പ്ലസ് ഫോഴ്സസ് ഓഫ് നേച്ചർ. അത് മാറ്റർ മാത്രം പോരാ, എനർജിയും വേണം. സോ പ്രപഞ്ച ഫോംഡ് ഓഫ് ദ പഞ്ചഭൂതാസ് പ്ലസ് ഫോഴ്സസ് ഓഫ് നേച്ചർ. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തതാണ് ദ ഹോൾ യൂണിവേഴ്സ്. ആൻഡ് ദെൻ ദ നെക്സ്റ്റ് ടേം എല്ലാവരും നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ് ഈശ്വരൻ. ഈശ്വര ദ മീനിങ് ഈസ് ലോർഡ് ഓഫ് ദ യൂണിവേഴ്സ്. ലോർഡ് ഓഫ് ദ യൂണിവേഴ്സ് എന്നാണ് ഈശ്വരന്റെ അർത്ഥം. അതായത് വാട്ട് ഈസ് ഇറ്റ്? ഇറ്റ് ഈസ് ദ ഗൈഡിങ് പ്രിൻസിപ്പിൾ ബിഹൈൻഡ് ഓൾ ദ നെയിംസ് ആൻഡ് ഫോംസ് യു സീ ഇൻ ദ യൂണിവേഴ്സ്. യൂണിവേഴ്സിൽ കാണുന്ന സകല സാധനങ്ങളുടെയും നെയിം ആൻഡ് ഫോം, അതിന് കാണുന്ന അതിന്റെ റീസൺ, ദ ഗൈഡിങ് പ്രിൻസിപ്പിൾ, ഹൗ ഇറ്റ് ഗോട്ട് ഫോംഡ്, ദാറ്റ് ഈസ് ദി ഈശ്വര. ആൻഡ് because of those forces only everything happened. This particular force only everything happened. The guiding principle behind all names and forms in this universe. Atman. Now the term Atman, അത് നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ്. The enlivening power of living entities. എല്ലാ ജീവജാലങ്ങളുടെയും അന്തസത്ത, അതിന് ജീവൻ നൽകുന്ന സാധനം, പവർ, the enlivening power. And finally the jiva. What is jiva? Jiva is the living entity, that which is enlivened by the Atman. That which is enlivened by the Atman. അത് മാത്രം പോരാ, comprising of the Atman plus പഞ്ചകോശാസ് ആൻഡ് ദർ മോഡിഫിക്കേഷൻസ്. അതായത് മനോമയ കോശം, വിജ്ഞാനകോശം, അന്നമയ കോശം, ബോഡി ആൻഡ് ഇറ്റ്സ് മോഡിഫിക്കേഷൻസ്. അതിങ്ങനെ മോഡിഫൈ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്, വളർന്നുകൊണ്ടിരിക്കുന്നതാണ്. മനസ്സ് എപ്പോഴും ചഞ്ചലമാണ്, മാറിക്കൊണ്ടിരിക്കുന്നതാണ്, വളർന്നുകൊണ്ടിരിക്കുന്നതാണ്, എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇന്റലക്ട് സിമിലർലി, യുവർ നോളജ് ഇസ് എക്സ്പാൻഡിങ് ആൻഡ് ദെയർഫോർ ഇന്റലക്ട് ഈസ് എക്സ്പാൻഡിങ്. അങ്ങനെയുള്ള പഞ്ചകോശാസ് പ്ലസ് ഓൾ ദർ മോഡിഫിക്കേഷൻസ് പ്ലസ് ദി ആത്മൻ ഈസ് ദ ജീവ. അതിനെയാണ് ജീവൻ എന്ന് പറയുന്നത്. വെറും അപ്പൊ ആത്മാവ് പിന്നെ ഈ പറയുന്ന പഞ്ചകോശങ്ങളും മോഡിഫിക്കേഷനും കൂടെ ചേർന്ന് പറയുമ്പോൾ അതിനെ ജീവൻ എന്ന് പറയുന്നു. ഇനി നമുക്ക് അതിനെ വേറൊരു വിധത്തിൽ, വേറൊരു പെർസ്പെക്റ്റീവിൽ കാണുകയാണെങ്കിൽ ബ്രഹ്മം, ആ ബ്രഹ്മത്തിന്റെ ഉള്ളിലാണ് ഈശ്വരൻ ഇരിക്കുന്നത്. ഇതിൽ നിന്ന് മനസ്സിലായി. അതായത് ബ്രഹ്മം ഈ ഈശ്വരനെയും കൂടി ഉൾക്കൊണ്ടുകൊണ്ടിട്ടുള്ള സാധനമാണ് ബ്രഹ്മൻ. ബിക്കോസ് ബ്രഹ്മം മീൻസ് ഇൻഫിനിറ്റ്, ദാറ്റ്ഫോർ എവറിത്തിങ് വിൽ റിസൈഡ് ഇൻ ദി ഇൻഫിനിറ്റ്. സംതിങ് വിച്ച് ഈസ് ഇൻഫിനിറ്റ് ഡസ് നോട്ട് ഹാവ് എനി ബൗണ്ടറീസ് ആൻഡ് ദാറ്റ്ഫോർ everything has to be inside that. ഈശ്വരന്റെയും ഉള്ളിൽ തന്നെയാണ് ആത്മൻ എന്ന് പറയുന്ന നമ്മളും ഇരിക്കുന്നത്. കാരണം ഇതിന് ഓരോ ഇൻഡിവിജ്വൽസും എല്ലാം ഒരു വൺ ഇൻസൈഡ് ദി അതർ. അങ്ങനെ യു ഹാവ് ടു സീ ദാറ്റ് പെർസ്പെക്റ്റീവ് ഇനീഷ്യലി, ദാറ്റ് the Atman is right inside the Ishvara and that Ishvara is right inside the Brahman. അതുകൊണ്ടാണ് ശങ്കരാചാര്യ സ്വാമികൾ പറഞ്ഞ ജീവോ ബ്രഹ്മൈവ ന അപര എന്ന് പറഞ്ഞത്. അതായത് ജീവനും ബ്രഹ്മനും ഒന്നും രണ്ടല്ല, ഇതൊക്കെ സെയിം തന്നെയാണ്, ആത്മാവ് തന്നെയാണ് ബ്രഹ്മൻ എന്നുള്ള തത്വം കാണിക്കുന്ന ഒരു എന്താ പറയുക, ഇൻക്ലൂസീവ്നെസ് ആണ്. അതായത് വൺ കണ്ടെയ്ൻമെന്റ്. ആക്ച്വലി ഇറ്റ് ഈസ് കോൾഡ് ആസ് കണ്ടെയ്ൻമെന്റ്. ദി ആത്മൻ ഈസ് കണ്ടെയ്ൻഡ് ഇൻ ദി ഈശ്വര, ഈസ് കണ്ടെയ്ൻഡ് ഇൻ ദി ബ്രഹ്മൻ, ആൻഡ് സോ എവറിഥിങ് ഈസ് വൺ. അപ്പോൾ അതില് ബ്രഹ്മൻ, ഇതിൽ ചെറിയൊരു ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, ബ്രഹ്മൻ, അവിടെ ഞാൻ ഒരു നൾ സെറ്റ് കാണിച്ചിട്ടുണ്ട്. ബ്രഹ്മൻ ഡസ് നോട്ട് ഹാവ് എനി പ്രോപ്പർട്ടീസ്. That is the only difference. Whereas Ishvara of course has got certain properties, but the difference is that Ishvara controls the gunas. G represents guna. Appo Ishwaran gunangale control cheyunu. And now what is the difference? Atman, it is the same, but there is one difference. What is that? Guna is controlling Atman. Gunangal Atmane control cheyunu. Idana difference. ആകപ്പാടെയുള്ള ആ താഴത്തെ ലെയറിലുള്ള ഡിഫറൻസ് ആണ് നമുക്ക് ആകെ നമ്മൾ ലിമിറ്റഡ് ആണെന്ന് തോന്നുന്നതിന്റെ
The reason why we feel that we are limited is because the gunas are controlling the life force inside us, whereas Ishvara is controlling the gunas, and Brahman does not have any gunas. Okay, so that is either fundamental ആണ്. ഇനി ഇതിന്റെ ഡെഫിനേഷൻ നിങ്ങൾക്ക് കൺഫ്യൂഷനോ മനസ്സിലായിട്ടില്ലോ ഇല്ലെങ്കിൽ it's not a problem, because we are going to expand on this in 650 slokas of the Bhagavad-Gita. പല പെർസ്പെക്റ്റീവ്സിൽ നിന്ന് കൂടെ നമ്മൾ ഇത് കണ്ട് we will be definite about what this is all about and how. അത് വെറും ഒരു സ്പിരിച്വൽ ഫിലോസഫിക്കൽ ഡിസ്കോഴ്സ് മാത്രമല്ല, we will see this in the application oriented point of view. അപ്പോൾ this is what we are going to see. അപ്പോൾ ഇതില് the perspective that we are, one more thing that I want to declare initially itself is that the perspective that we are going to see is strictly rooted in Advaita Vedanta philosophy. Advaita philosophy-ലാണ് നമ്മൾ ചെയ്യുന്നത്. There are various philosophies like Dvaita philosophy, Vishishtadvaita and Advaita. അപ്പൊ നമ്മൾ ഇതിന്റെ 3 ഡിഫറൻസിനെ പറ്റിയിട്ട് ഞാനിപ്പോൾ പറയുന്നില്ല. The only difference, fundamental difference between Advaita and Dvaita, you can say, is that Dvaita people see God as separate from themselves and they look upon God as the savior, survivor and the creator. Whereas Advaita philosophy looks upon as the self, individual, and the Brahman as the same, and just a process of what you call as a veiling power, which is നേരത്തെ പറഞ്ഞിട്ടുള്ള a covering of gunas is only making us ignorant of the fact that I am the Brahman. നമ്മൾ തന്നെ ബ്രഹ്മൻ തന്നെയാണ് എന്നുള്ള വസ്തുത നമുക്ക് മറക്കുന്നു എന്നുള്ളൊരു ആസ്പെക്ട് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ we are the same as God. നമ്മളൊക്കെ തന്നെ ഈശ്വരൻ ശക്തിയുള്ളവരാണ്. ഈശ്വരന്റെ അത്രയും തന്നെ ശക്തി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പക്ഷെ നമ്മളുടെ മനസ്സ്, ബുദ്ധി, ശരീരം ലിമിറ്റഡ് ആയതുകൊണ്ട് നമ്മൾ ലിമിറ്റഡ് ആയിട്ടിരിക്കുന്നു എന്ന് മാത്രം. പക്ഷെ അതിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, if we are infinite, then we can definitely raise the levels of our body, mind and intellect as much as possible through proper strategies, and that strategies is what Bhagavad-Gita is teaching us. Adana adinte Bhagavad-Gitayude importance. It is, we are the same as Ishvara, the God, but limited. We are limited because we are covered by this limited body, mind and apparatus, intellect apparatus. And the Gita is the process. Gita constitutes, Bhagavad-Gita, the song of the divine, constitutes the processes and the tools required for you to fine-tune your body, mind, and intellect so that you can tap as much as possible the infinite capabilities of Ishvara. Adana Bhagavad-Gita nammale padipikkunnu, and that is exactly what we are going to extract out of this discussions. അപ്പോൾ നമ്മൾ തുടങ്ങുന്നു ആദ്യം. അപ്പൊ നമ്മൾ ഈ പറയുന്നത് നമ്മൾ തെറ്റ് ചെയ്യാൻ പോകുമ്പോൾ, അത് 10 ശ്ലോകം നമ്മൾ അർജുന വിഷാദ യോഗമാണ്. അപ്പൊ അതിനെപ്പറ്റി ഞാൻ ഒന്നും കൂടി, അത് ആ 10 ശ്ലോകങ്ങളെ ഞാൻ സമ്മറൈസ് ചെയ്യാണ്. നമ്മളെ തെറ്റ് ചെയ്യാൻ പോകുമ്പോൾ നമുക്കുണ്ടാവുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മുടെ കോൺഷ്യൻസ് പറയുന്നു. കോൺഷ്യൻസ് ഈസ് റെപ്രസെന്റേഷൻ ഓർ റിഫ്ലക്ഷൻ ഓഫ് ദ സെൽഫ്. നമ്മുടെ ഉള്ളിലുള്ള സെൽഫ്, ആത്മൻ എന്ന് പറയുന്ന ആ ഇതിന്റെ റിഫ്ലക്ഷൻ ആണ്. ആ റിഫ്ലക്ഷൻ നമ്മളുടെ ഉള്ളിൽ നിന്ന് പറയാണ് തെറ്റാണ് ചെയ്യാൻ പോകുന്നത് എന്ന്. അപ്പോ ഈ പുൾ, നമ്മുടെ മനസ്സ് നമ്മളത് പറയണം, അല്ല അതൊക്കെ സാരില്ല, തെറ്റ് ചെയ്താലും സാരില്ല, ഇത് നമുക്ക് ആവശ്യമാണ്, ഇങ്ങനെയൊക്കെ നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കാൻ സാധിക്കുള്ളൂ, എന്നാലേ നമുക്ക് ജീവിക്കാൻ സാധിക്കുള്ളൂ എന്നൊക്കെയുള്ള ഒരുപാട് ലോജിക്കുകൾ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് വരും. ആൻഡ് അത് മാത്രമല്ല, ചിലപ്പോൾ നമുക്ക് മറ്റത് നല്ലത് ചെയ്യാൻ ശക്തിയില്ല, അല്ലെങ്കിൽ എനിക്ക് പ്രാപ്തിയില്ല എന്നൊക്കെയുള്ള വിശ്വാസത്തിൽ ഇരിക്കുന്നു. അങ്ങനെ ഡെസ്പോണ്ടന്റ് ആയിട്ടിരിക്കുന്ന ഇതില് കൃഷ്ണന്റെ അടുത്ത് മറ്റേ അമ്പും വില്ലും ഒക്കെ എടുത്തു വെച്ചിട്ടോ ഇനി ഞാൻ യുദ്ധം ചെയ്യുന്നില്ല എന്ന് പറയാനുണ്ടായത്. ഐ കനോട്ട് ഫേസ് ഓൾ ദീസ് ചാലഞ്ചസ് എന്ന് പറഞ്ഞപ്പോൾ കൃഷ്ണൻ സംസാരിക്കുകയാണ്. എങ്ങനെയുള്ള കൃഷ്ണൻ? അത് മധുസൂദനനായിട്ടുള്ള കൃഷ്ണൻ എന്നാണ് ഗീതയിൽ പറയുന്നത്. അതൊക്കെ പറയാം. The perilous state of dejection is unworthy of you, Arjuna. Arjuna, നിന്റെ ഈ കണ്ടീഷൻ it is unworthy. It is unbecoming of you, and it is not. A worthy person like you should not behave like this. This is disgraceful and will close the gates of heaven on you. എന്നൊക്കെ പറഞ്ഞിട്ട് ഗീത പറയണം. He is cajoling him. Self is casual. നമ്മുടെ ഉള്ളിൽ നിന്ന് പറയാണ്, ഇത് തെറ്റാണ്, നോ, യു ആർ മച്ച് മോർ ദാൻ ദാറ്റ്, ഡു ദിസ് എന്നുള്ള വിളി എൻ്റെ ഉള്ളിൽ നിന്ന് വരികയാണ്. ദാറ്റ് ഇസ് കൃഷ്ണ കോളിംഗ് യു, ടെല്ലിംഗ് യു, കാജോളിംഗ് യു. ഡു നോട്ട് ഈൽഡ് ടു ഇമ്പോർട്ടൻസ്. ഇങ്ങനെ വിഷണ്ണനായിട്ട്, ശക്തിയില്ലാത്ത മനസ്സിന് വിഷമമായിട്ട് ഇപ്പോഴത്തെ തോൽവികളോ സങ്കടങ്ങളോ എല്ലാം ഉണ്ടാവും, സങ്കടവും ദുഃഖവും ഒക്കെ വരും. പക്ഷെ അതിൻ്റെ ഉള്ളിൽ ഇരുന്ന്, അതിൻ്റെ ഉള്ളിൽ തന്നെ കടന്ന് ഇനി എനിക്ക് ഒന്നും സാധിക്കില്ല എന്നുള്ള ചിന്തയിൽ ഒരിക്കലും ഇരിക്കരുത് അർജുന എന്ന് കൃഷ്ണൻ പറയണം. It does not befit you. Cast off this weakness of the heart. Stand up, O scorcher of foes, O Parantapa. You get up and fight. എന്ന് പറയുകയാണ് അവിടെ ചെയ്യുന്നത്. ഫൈറ്റ് എന്ന് വെച്ചാൽ ഇവിടെ യുദ്ധം ചെയ്യുന്നത് മാത്രം, പുറമേയുള്ള യുദ്ധത്തിനെ പറ്റിയിട്ടല്ല പറയുന്നത്. We are talking about the fight that is to take place right inside you, between the good and the bad, and stay strong on the path of goodness.
ഡു യുവർ ഡ്യൂട്ടീസ് എന്ന് പറയാനായിട്ടുള്ള അതാണ് പരന്തപ ഓ സ്കോർച്ചർ ഓഫ് ഫോഴ്സ്. ഈ ശരിക്കും എൻ്റെ ശത്രുക്കളെ മുഴുവനും തീയിട്ട് നശിപ്പിക്കാൻ പറ്റുന്ന ശക്തിയുള്ള നീ ഇങ്ങനെ ഇരിക്കരുത്. നിന്റെ മനസ്സും ബുദ്ധിയും ശരീരവും കൊണ്ട് നിനക്ക് നിന്റെ ഈ ശത്രുക്കളെ കത്തിച്ച് നശിപ്പിക്കാൻ, ചാമ്പലാക്കാൻ സാധിക്കുന്നു. അങ്ങനെയുള്ള അർജുന. അതാ ഈ പേരുകളൊക്കെ ഇപ്പൊ ഭഗവത്ഗീതയിലെ ഒരു ക്യാരക്ടർ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഇവിടെ കൃഷ്ണൻ അർജുനനെ വിളിക്കുന്നതോ അല്ലെങ്കിൽ മറ്റുള്ളവർ കൃഷ്ണന്റെ പേരിനെ പറ്റിയിട്ട് പറയുന്നതോ ഒക്കെ, അല്ലെങ്കിൽ അർജുനൻ ശ്രീകൃഷ്ണനെ അഭിസംബോധന ചെയ്യുന്ന പേരുകൾ ഡിഫറെന്റ് നെയിംസ് ആർ യൂസ്ഡ്. വൈ? ഇറ്റ് ഈസ് നോട്ട് ബിക്കോസ്, ഐ മീൻ ഓഫ് കോഴ്സ് ഓൾ ദ വി ആർ, നമ്മൾ ഒരു ഈശ്വര സങ്കല്പം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പല പേരുകൾ പറയുന്നു. അതല്ല അതിന്റെ, അത് മാത്രമല്ല ഇവിടെ. അവിടെ ആ എന്ത് വീക്ക്നെസ്സിനെയാണ് അഡ്രസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്ത് ക്യാരക്ടറിസ്റ്റിക് ആണ് ഇവിടെ നമ്മൾ അഡ്രസ് ചെയ്യാൻ പോകുന്നത് എന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള പേരുകളാണ് പറയുന്നത്. അപ്പോൾ പരന്തപ എന്ന് കൃഷ്ണൻ അർജുനനെ വിളിച്ചാൽ എൻ്റെ ഉള്ളിലുള്ള ഈശ്വരശക്തി എൻ്റെ അടുത്ത് പറയാണ് പരന്തപ എന്ന് പറഞ്ഞാൽ യു ആർ ദ സ്കോർച്ചർ ഓഫ് യുവർ ഓൺ ഫോഴ്സ്. നിന്റെ ശക്തികൾക്ക് തടസ്സം നിൽക്കുന്നവരെ നിനക്ക് മാത്രമേ നശിപ്പിക്കാൻ പറ്റുള്ളൂ. അതിനുള്ള ശക്തി നിന്റെ മനസ്സിനും ബുദ്ധിക്കും ഉണ്ട് എന്ന് എൻ്റെ ഉൾവിളി പറയുകയാണ്. ദാറ്റ് ഈസ് വാട്ട്. അപ്പൊ അതിന്റെ അനാലജിയാണ് അതുപോലെ മധുസൂദന എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മധു, ഇതിലെ മറ്റേ നെക്ടർ, അത് എലിക്സിർ ഓഫ് ഇൻടോക്സിക്കേഷൻ, അതായത് നമ്മളെ മത്ത് പിടിപ്പിക്കുന്നതായിട്ടുള്ള എൻ്റെ ഈ പറയുന്ന മധു ഡ്രിങ്ക്. ആൻഡ് കില്ലർ, സൂദന മീൻസ് കില്ലർ, ദ കില്ലർ ഓഫ് ദി എലിക്സിർ ഓഫ് ഇൻടോക്സിക്കേഷൻ, മധുസൂദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് എൻ്റെ മനസ്സിൻ്റെ ഉള്ളില് എനിക്ക് സുഖസൗകര്യങ്ങളും സുഖങ്ങളുടെയും പുറകെ പോകാനായിട്ടുള്ള എൻ്റെ മതത്തിന്റെ വിളി, മദ്യത്തിന്റെ വിളി അല്ലെ, എനിക്ക് സുഖങ്ങളുടെ പുറകെ പോകണം, ഈസി പാത്ത്, ടേക്കിംഗ് ദ ഈസി റൂട്ട്, ഈസി പാത്ത് ടു പ്ലഷർ, ദാറ്റ് ഈസ് ഇൻടോക്സിക്കേറ്റിംഗ് മീ ആൻഡ് ദെർഫോർ ഐ ആം ടെംപ്റ്റഡ് ടു ഗോ ദ പാത്ത് ഓഫ് പ്ലഷർ. അത് ആ മധു, ആ ഇൻടോക്സിക്കേഷൻ, അതിനെ നശിപ്പിക്കാൻ കഴിവുള്ള ആൾ ആരാണ്? ഇതിനെ നശിപ്പിക്കാൻ കഴിവുള്ളത് ഒരൊറ്റ ആളേ ഉള്ളൂ, നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. ദ ഇൻഫിനിറ്റ് സെൽഫ്, ദ സ്പാർക്ക്, ദി ആത്മൻ. ആ ആത്മൻ ശ്രീകൃഷ്ണൻ, അതാണ് അവിടെ പറയുന്നത്. ആ ശ്രീകൃഷ്ണൻ അവിടെ പറയുന്നു എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. മധുസൂദനൻ പറഞ്ഞു എന്ന് പറയുന്നതിന്റെ അർത്ഥം ഇതുകൊണ്ടാണ്. ആരോടാ പറഞ്ഞത്? പരന്തപ അർജുന. അർജുനൻ ഹൂ ഇസ് എ പരന്തപ, അതായത് ഹി ഈസ് ആക്ച്വലി എന്താണ്, ഹൂ പരംതപ ഈസ്, അതിന്റെ അർത്ഥം എങ്ങനെ വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ഒരു പൃഥ എന്നും വിളിക്കേണ്ട, അതായത് പാർത്ഥ എന്നും കൂടെ വിളിക്കുന്നുണ്ട്. അത് പൃഥ, പാർത്ഥ മീൻസ് സൺ ഓഫ് പൃഥ. അപ്പൊ അത് നമ്മുടെ പൃഥ വാസ് എ യാദവ പ്രിൻസസ് ഹു വാസ് ദ ഡോട്ടർ ഓഫ് ശൂര, ദി സിസ്റ്റർ ഓഫ് വസുദേവ, ഓണ്ട് ഓഫ് ശ്രീകൃഷ്ണ, ഫോസ്റ്റർ ഡോട്ടർ ഓഫ് കുന്തിഭോജ. അങ്ങനെ അതാണ് ആ പൃഥ, മകൻ. അപ്പോ അർജുനൻ ഹു ഇൻഹെറിറ്റ്, അപ്പോ പാണ്ഡുവിന്റെ സൈഡിലാണ്. അപ്പോ ഹു ഇൻഹെറിറ്റ്സ് ദ ക്വാളിറ്റീസ് ഓഫ് ഗുഡ്നെസ്. ആരെ? ഗുഡ്നെസ് ഓഫ് സൺ എന്ന് പറഞ്ഞാൽ അതാണ്, ക്വാളിറ്റീസ് ഓഫ് ഗുഡ്നെസ് കിട്ടിയിരിക്കുന്ന ആള്. ആൻഡ് ദ കില്ലർ ഓഫ് ഡെമൺസ്, പരംതപ, ദ കില്ലർ ഓഫ് ഡെമൺസ് ഓഫ് ദ മൈൻഡ്. അങ്ങനെയുള്ള അർജുന എന്ന് പറഞ്ഞിട്ട് ശ്രീകൃഷ്ണൻ അവിടെ തുടങ്ങുകയാണ് ചെയ്യുന്നത്. ദോസ് ഹു പൊസസ് ഗുഡ് ക്വാളിറ്റീസ് ആൻഡ് സ്ട്രോങ് മൈൻഡ് ടുവാർഡ് ഓഫ് നെഗറ്റീവ് ടെൻഡൻസീസ്. നമ്മുടെ ഉള്ളിൽ നമുക്ക് ഈ ശക്തി ആരൊക്കെ പ്രകടിപ്പിക്കുന്നുവോ, മനസ്സിന്റെയും ബുദ്ധിയുടെയും ശക്തി ആരൊക്കെ പ്രകടിപ്പിക്കുന്നുവോ, ഗുഡ്നെസ്, സൺ ഓഫ് പൃഥ, ആൻഡ് പരംതപ, the fight, the killer instinct to fight the evils, the atrocities, injustices created by the path of pleasure. അതിനെ ഫൈറ്റ് ചെയ്താൽ നിൽക്കുന്ന ശക്തി ആരാണ് പ്രകടിപ്പിക്കുന്നവർ? And they, the power of the self, for them the power of the self will help them kill the attractions of selfishness. മധുസൂദനൻ ആയിട്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മളുടെ ശക്തി അതിനെ സഹായിക്കും എന്നാണ് ഈ പറയുന്നതിന്റെ അർത്ഥം. ആൻഡ് അപ്പൊ അത് ഒന്നുകൂടെ നോക്കാം. വാട്ട് ഈസ് ഒരു ക്യാപ്സ്യൂൾ, അനദർ ക്യാപ്സ്യൂൾ ഫ്രം ഗീത. വാട്ട് ഈസ് ദാറ്റ്? ഇറ്റ് ഈസ് ദാറ്റ് ദ ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഓഫ് എ സ്റ്റാർ പെർഫോമർ ആണ് ഈ കാണുന്നത്. അതായത് ഒരു സ്റ്റാർ പെർഫോമറിന്റെ ഗ്രോത്ത് മൈൻഡ് സെറ്റ്, നോട്ട് ദ മീഡിയോക്കർ ആവറേജ് പേഴ്സൺ, ബട്ട് ദ പേഴ്സൺ ഹു ഈസ് എ സ്റ്റാർ, ഹു നീഡ്സ് ടു, ഹു ഗ്രോസ് അപ്പ് ആസ് എ സ്റ്റാർ. വാട്ട് ആർ ദ ക്വാളിറ്റീസ്? ദ പാറ്റേൺസ് ഓഫ് എക്സലൻസ് ആണ്. ആ എക്സലൻസിന്റെ പാറ്റേൺസിന്റെ തുടക്കമാണ് ഗീതയിൽ ആദ്യത്തെ രണ്ടാമത്തെ അധ്യായത്തിൽ തുടക്കത്തിൽ തന്നെ പറയുന്നത്. റൂട്ടഡ് ഇൻ ഗുഡ്നെസ് ഓഫ് നോളജ്, സുപ്രീം മോട്ടിവേഷൻസ് ആൻഡ് ഇൻസ്പിരേഷൻ. ഇതാണ് നമ്മളുടെ ഗുഡ്നെസ്. അതായത് നോളജ്, സുപ്രീം മോട്ടിവേഷൻസ്, ഇൻട്രിൻസിക്, അതായത് എക്സ്റ്റേണൽ ആയിട്ടുള്ള സെൽഫിഷ് മോട്ടിവേഷൻസ് അല്ല, ഇന്നർ മോട്ടിവേഷൻസ്, ആൻഡ് ഇൻസ്പിരേഷൻ, ആൻഡ് ബിക്കോസ് ഓഫ് ദാറ്റ് ദ പാഷൻ ഫോർ ടുവേർഡ്സ് ദാറ്റ് ആൻഡ് ടു അച്ചീവ് ദാറ്റ്, അത് ഇൻസ്പിരേഷൻ. ദ നോളജ്, സുപ്രീം മോട്ടിവേഷൻസ്, ഇൻസ്പിരേഷൻ is we are rooted in goodness of these things and free from distractions. പരംതപ, മനസ്സിനെ നമുക്ക് ഇതിൽ നിന്ന് പോവാണ്ട് രക്ഷപ്പെടുത്താൻ പറ്റുന്ന ശക്തികൾ എന്തൊക്കെയാണ്?
through inspiration in thought and actions, distractions, freeing our mind from all distractions. And that distractions തടുത്ത് നിർത്തി ഇനി ഇവിടെ വരാൻ പറ്റില്ല, I will not come after you എന്ന് പറയുന്ന ആ firmness of the mind. That is the Parantapa, that with the mind, the Arjuna that is inside us. Son of Pritha, one who is the product of goodness again, and Parantapa, one who is inspired to conquer such challenges of distractions and Physiperous tendencies. Only such people will be able to imbibe the wisdom of excellence. About this, in terms of in workplace strategies, for example, if you want to excel in the workplace, to do things that can take us forward, sustainably forward, ചെറിയ ലോക്കൽ സക്സസ്സുകളൊക്കെ ഉണ്ടാക്കുന്ന തട്ടിപ്പുകളും വിദ്യകളൊക്കെ ഉണ്ട്, അതൊന്നും പറ്റിയിട്ടല്ല ഇവിടെ സംസാരിക്കുന്നത്. വി ആർ ടോക്കിംഗ് അബൌട്ട് സസ്റ്റൈനബിൾ സക്സസ്. എന്തൊക്കെയാണ്? വി നീഡ് ടു ഹാവ് ദ ഗുഡ്നെസ്, എന്താണ്, ഓഫ് ഗുഡ് നോളജ്, ഇന്റൻഷൻസ്, ഗുഡ് ഇന്റൻഷൻസ് ആൻഡ് ഡിവോഷൻ ടു ഡ്യൂട്ടി എന്ന് പറയുന്ന ഗുഡ്നെസ്. ആൻഡ് then the inspiration of right attitudes, appropriate attitudes, right attitudes, appropriate aptitudes, and determination of the mind and focus of the mind. ഇങ്ങനെയുള്ള ക്വാളിറ്റീസ്, ഇതാണ് നമ്മളുടെ എനിമീസിനെ ഡിഫീറ്റ് ചെയ്യാനായിട്ട് എൻ്റെ കയ്യിലുള്ള എൻ്റെ ആയുധങ്ങൾ. ദ സ്കോർച്ചർ ഓഫ് ഫോഴ്സ് എന്താണ്? ഈ ഒരു ലൂസ് ആറ്റിറ്റ്യൂഡ്സ്, പിന്നെ ആപ്റ്റിറ്റ്യൂഡ്സ് ഉള്ളതിനെ ഡെവലപ്പ് ചെയ്യാണ്ടിരിക്കുന്ന ഒരു ലേസിനെസ്, ലിഥാർജി, ഡിറ്റർമിനേഷൻ ഇല്ലാണ്ട് ഉള്ള ഫിക്കിൾനെസ് ഓഫ് മൈൻഡ്, ഫോക്കസ് ഇല്ലാണ്ടുള്ള ഡിസ്ട്രാക്ഷൻസ്, ഇതൊക്കെയാണ് നമ്മളുടെ എനിമീസ് ഇൻസൈഡ്. അതിനെ നശിപ്പിക്കാനുള്ള ശക്തി എന്തൊക്കെയാണ്? റൈറ്റ് ആറ്റിറ്റ്യൂഡ്സ്, അപ്രോപ്രിയേറ്റ് ആപ്റ്റിറ്റ്യൂഡ്സ്, ഡിറ്റർമിനേഷൻ ആൻഡ് ഫോക്കസ് എന്ന് പറയുന്നത്. ഇവരൊക്കെയാണ് അതിനെ കൊല്ലുന്നത്. പരം തപ, അതും ഗുഡ്നെസ്സിൻ ആയിട്ട് കൂടെ ചേർന്ന് കഴിയുമ്പോൾ, പൃഥ, സൺ ഓഫ് പൃഥു എന്ന് പറയുന്ന ആ ക്വാളിറ്റീസ്, ഇത് രണ്ടും കൂടെ ചേർന്ന് കഴിയുമ്പോൾ ഉണ്ടാവുന്നതാണ് ഈ പാറ്റേൺസ്. ഇതാണ് ഫണ്ടമെന്റൽ പാറ്റേൺസ്. ഇനി ഇതിനെ ഈ ഭഗവത്ഗീത ഈസ് ഗോയിങ് ടു എക്സ്പ്ലെയിൻ വാട്ട് ഈസ് knowledge and how can you acquire knowledge, what are the processes of knowledge acquisition, and how can you become a good student എന്നൊക്കെയുള്ളത് നമുക്ക് പറഞ്ഞു തരും ഗീതയിൽ പല ചാപ്റ്റേഴ്സിലായിട്ട്. Good intentions, what do you mean by intentions, and what are good intentions, and what are the motivations that make you your intentions pure, അതിനുള്ള characteristics പറഞ്ഞു തരും. Devotion, what is devotion? Bhakti എന്താണ്? That will be taught. And then the processes of inspiration, of attitudes. What are the different types of attitudes? What are the different levels of aptitudes that you can have? And how can you be determined? And how can you keep at bay your mind from distractions? Dukkha samyoga viyogam എന്നൊക്കെ പറയുന്ന സ്ട്രാറ്റജീസ് കൂടെ നമുക്ക് ഗീതയിൽ ഇനി പറയാൻ പോവാണ്. പല 3, 4, 5, 6 ചാപ്റ്ററുകളിലും അതിനുശേഷവും ഒക്കെ വരും. ഇതാണ് നമ്മൾ ഭഗവത്ഗീത. അപ്പൊ ഈ പാറ്റേൺസ് ഓഫ് ഇന്റലിജൻസ് ആദ്യം തന്നെ കാണിച്ചു തരികയാണ് ചെയ്യുന്നത് ആസ് എ സമ്മറി. ആൻഡ് ദെൻ അപ്പൊ നമ്മൾ ലെറ്റ് us look at the next 5 chapters. Chapter 2 is a summary of the ജ്ഞാന കർമ്മ ഭക്തി patterns. ഈ രണ്ടാമത്തെ അധ്യായത്തിൽ ജ്ഞാനം, കർമ്മം, ഭക്തി 3 പാറ്റേൺസിന്റെ ഒരു സമ്മറി we will be seeing from 11th stanza onwards. And then chapter 3 is a strategic attitude patterns. Attitude patterns. What are the attitude patterns? Strategic patterns that you can employ to be successful in your life and living. Life as well as in living. Chapter 4 focuses on knowledge-based aptitude category patterns. Aptitude in the category pattern. There are different types of aptitudes. Adinte fundamental aayittulla category patterns that shape your work is demonstrated in the 4th chapter. In the 5th chapter is the power of renunciation patterns, and to add strength to your mind so that you can keep your mind away from distractions. Adinella strategies. And then in the chapter 6, patterns of focus. How do you focus your mind? And then therefore channelize your mind and go into a state of flow in actions. That is basically what is given in the 6th chapter. അപ്പോൾ 2, 3, 4, 5, 6 എന്നുള്ളതിൽ ഈ പറയുന്ന പാറ്റേൺസിന്റെ ഡിസ്ക്രിപ്ഷൻസ് ആണ് ആദ്യം തരാൻ പോകുന്നത്. ഇൻ ടേംസ് ഓഫ് ഹൗ ഡു യു വർക്ക്, ഹൗ ഡു യു പെർഫോം, ഹൗ ഡു യു തിങ്ക് ആൻഡ് ആക്ട് ഇൻ ദിസ് വേൾഡ് എന്ന് പറയുന്ന സാധനങ്ങൾ. ഇതിന്റെ സമ്മറി, ദിസ് ഇസ് ബേസിക്കലി വാട്ട് ഐ വാണ്ട് give you as an initial summary of all the things that you are going to see. അപ്പോൾ ഇവിടെ these chapters are actually going to give you these patterns, solutions to these patterns, and that is exactly what the Bhagavad-Gita is going to be from now onwards. Okay, is that clear? Is there anything you want to ask? If you want, you can. Otherwise, I'm going to go forward, and question answers can be
towards the end. Okay, so chapter 2, slokas 4, 5, 6, 7 and 8. അതിന്റെ ഇത് ബേസിക്കലി അത് കൃഷ്ണൻ അഡ്വൈസ് തുടങ്ങുന്നതിന് മുമ്പുള്ള ഒരു ഡിസ്ക്രിപ്ഷൻസ് ആണ്. ഇവിടെ ബേസിക്കലി എന്താണ് അർജുനനെ സംബന്ധിച്ചത്? അർജുന ഐഡന്റിഫൈഡ് വിത്ത് സെൽഫിഷ് ഡിസയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സെൽഫിഷ് ഡിസയേഴ്സ്? എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, എൻ്റെ അമ്മാവൻ, മരുമക്കള്, കസിൻസ്, ഇവരെയും ഒക്കെ തോൽപ്പിച്ച് ഞാൻ എന്തിനാണ് എനിക്ക് എന്നിട്ട് ഞാൻ യുദ്ധം ജയിച്ച് രാജാവായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ റിസൾട്ടിനെയൊക്കെ പറ്റി ഓൾറെഡി ഹി സ്റ്റാർട്ടഡ് പ്രെഡിക്റ്റിംഗ്. ഇവരെയൊക്കെ തോൽപ്പിച്ച് ഞാൻ രാജാവാവും. അതൊന്ന്. ഇനി രണ്ടാമത്തെ, അത് കഴിഞ്ഞ് ഉടനെ മറ്റേ സ്റ്റേറ്റിലേക്ക് പോയി. എന്താണ്? ഇവരൊക്കെ പവർഫുൾ അല്ലേ, ഞാൻ എങ്ങനെ ഹൗ ക്യാൻ ഐ ബി വിക്ടോറിയസ് ഇൻ ദിസ്? ഞാൻ തോൽവിയാണ് അടയാൻ പോകുന്നത്, എന്നിട്ട് മരിക്കാൻ പോവാണ്. അപ്പോൾ രണ്ട് കണ്ടീഷൻസ് ആണ്. ഒന്ന് എക്സ്ട്രീം കണ്ടീഷൻസിലേക്ക് ഇങ്ങനെ സ്വേ ചെയ്ത് പെൻഡുലം ആടുന്ന പോലെ ആടിക്കൊണ്ടിരിക്കുന്നു. റിലക്റ്റൻസ് ടു ഗിവ് അപ്പ് ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻസ്. അപ്പൊ പെട്ടെന്ന് ഇതിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടിപ്പോവുക എന്നുള്ളതാണ് ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ. ഇതൊന്നും ഈ ബുദ്ധിമുട്ടുകളൊന്നുമില്ല, ഇപ്പൊ കിട്ടുമല്ലോ എന്നുള്ള ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷന്റെ പുറകെ പോവാനായിട്ടുള്ള ആ ടെൻഡൻസി കളയാൻ ഒരു മടി. അപ്പൊ ഇതൊക്കെയാണ് മനസ്സിന്റെ ഉള്ളിൽ നടക്കുന്ന പ്രശ്നങ്ങൾ. അൺഷുവർ ഓഫ് ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ. പിന്നെ അതല്ല, ഇനിയിപ്പോ ജയിക്കുമോ ഞാൻ? ഇനി ജയിച്ചു കഴിഞ്ഞാൽ എന്താ? ഈ അധർമ്മികളെ എല്ലാം നശിപ്പിച്ച് ധർമ്മം പുനഃസ്ഥാപിക്കാം എന്നൊക്കെയുള്ളത് വലിയൊരു ഗോളാണ്. പക്ഷെ അത് ദൂരെ എവിടെ കിടക്കുന്നു? എനിക്ക് സാധിക്കുമോ എന്നുള്ള സംശയം. കൺഫ്യൂഷൻ അബൌട്ട് റോൾ. അവിടെ ആകെപ്പാടെ കൺഫ്യൂഷനാണ്. എന്താണ് ഞാൻ ഇവിടെ ചെയ്യേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷൻ. ഞാൻ ആരാണെന്ന്, കാരണം ഞാൻ ആരാണെന്ന് ശരിക്കും മനസ്സിലാവാത്ത വിധത്തിലുള്ള ഒരു പെരുമാറ്റം. അതാണ് കൺഫ്യൂഷൻ അബൌട്ട് റോൾ എന്ന് പറയുന്നത്. ആൻഡ് പ്രോൺ ടു ഹോപ്പ് ആൻഡ് ഡെസ്പയർ. അത് കാരണം ഇൻഡിസിഷൻ, സ്വിങ്ങിങ്, ദ പെൻഡുലം സ്വിങ്ങിങ് ബിറ്റ്വീൻ ഹോപ്പ് ആൻഡ് ഡെസ്പയർ എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക്. ആൻഡ് അബൌട്ട് ഈ പറയുന്ന ജോയ്സ് ഓഫ് ദ സെൽഫ്, ആത്മതൃപ്തി എനിക്ക് കിട്ടുമോ എന്നുള്ളതിന്റെ സംശയം. ഇതൊക്കെ മനസ്സിൽ എല്ലാവർക്കും ഉള്ളതാണ്. നമ്മളൊക്കെ കേൾക്കുന്നുണ്ട്, കുട്ടികളും ആയിട്ടുള്ളവരും മുതിർന്നവരും ഒക്കെ. യെസ്, വി ടോക്ക് അബൌട്ട് ദി എന്താ പറയാ ജോയ്സ് ഓഫ് ദ സെൽഫ്, ഇൻട്രിൻസിക് മോട്ടിവേഷൻസ്. അതൊക്കെ നല്ലതാണ്, അതൊക്കെ കേൾക്കാം. പക്ഷെ ഐ ഡോണ്ട് നോ, ഇപ്പൊ കിട്ടുന്നത് ഇപ്പൊ കുറച്ച് കൈക്കൂലി വാങ്ങിച്ച് പണം കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? അതല്ല, ഇങ്ങനെ അത് കളയാണ്ടിരുന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇങ്ങനെ കേമനാവും, അല്ലെങ്കിൽ എന്റെ പേര് വലുതാവും, അല്ലെങ്കിൽ ഞാൻ വലുതാവും എന്നൊക്കെയുള്ള ചിന്തകൾ, അങ്ങനെയൊക്കെ ചീത്തകളൊക്കെ ഇപ്പൊ ബ്രൈബിങ്ങും അതിനൊക്കെ അടിമപ്പെട്ട് പോയി കഴിഞ്ഞാൽ ഇപ്പോഴുള്ള ഗുണങ്ങൾ അതാണ് ആവശ്യം എന്നൊക്കെയുള്ള ചിന്ത, ഇങ്ങനെയുള്ള ഡൗട്ട്സും അബൌട്ട് ദി ഗുഡ് ക്വാളിറ്റീസ് ഒക്കെ ആയിട്ടുള്ള ഒരു പക്ഷേ അർജുനെ പോലെ ഒരാള് എന്ത് ചെയ്തു? ഡിസൈഡഡ് ടു തിങ്ക് ബിഫോർ ഹി റിയലി ആക്റ്റഡ്. അതുകൊണ്ടാണ് അവിടെ ഇരുന്നത്. എന്നിട്ട് ശ്രേഷ്ഠന്റെ അടുത്ത് ചോദിച്ചു. അതാണ് ഈ പറയുന്ന 4ാമത്തെ ശ്ലോകം മുതൽ 8ാമത്തെ ശ്ലോകം വരെയുള്ള 5 ശ്ലോകങ്ങളിൽ അതിന്റെ ഒരു കണ്ടീഷനും കൂടെ വിവരിച്ചു. ഇനിയാണ് നമ്മൾ ഗീതയിലേക്ക് കിടക്കാൻ പോകുന്നത്. അതിനു മുമ്പ് അപ്പോൾ ഒന്ന് ഐ വിൽ ജസ്റ്റ് സമ്മറൈസ് ദാറ്റ് ഇൻ എ ഡയഗ്രാം. സോ ദ അർജുനാസ് ഡൈലമ ഓർ അർജുനാസ് വാട്ട് യു കോൾ ഡെസ്പോണ്ടൻസി എന്തായിരുന്നു? ഇറ്റ് ഈസ് ഔട്ട് ഓഫ് എ പ്രോസസ് ഓഫ് ഐഡന്റിറ്റി ക്രൈസിസ്. സ്വന്തം ഐഡന്റിറ്റി അറിയാൻ മറന്നു പോകുന്നു, അല്ലെങ്കിൽ ഇഗ്നറൻസ്. Two things create identity crisis. What is that? Ignorance and memory loss. You are either ignorant of your true nature or you do not remember what it is. Marnui. അങ്ങനെയുള്ള ഇങ്ങനെയുള്ള 2 കണ്ടീഷൻസിലാണ് ഐഡന്റിറ്റി ക്രൈസിസ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ typically you talk about the condition of an actor. For example, he is acting in ഒരു മൂവിയിൽ somebody is acting as a police officer. And after the acting is over, shooting is over, he goes out in the same uniform with the same mindset that I am still the police officer. That is a problem, isn't it? It is a crisis. It is identity crisis. That kind of a problem. അതാണ് അർജുനൻ ഉണ്ടാവുന്നത്. അർജുനൻ മാത്രമല്ല, നമുക്കൊക്കെ ഉണ്ടാവുന്നത് ഈ പ്രോബ്ലമാണ് when faced with challenges. അപ്പോ it creates delusion and grief. അതാണ് അർജുനന്റെ delusion and grief എന്ന് പറയുന്ന ഐഡന്റിറ്റി ക്രൈസിൽ നിന്നുണ്ടായത്. വാട്ട് ഈസ് ദ അൾട്ടിമേറ്റ് ലെവൽ ഓഫ് ഐഡന്റിറ്റി ക്രൈസിസ്? ദി ആക്ടർ ആൻഡ് ദ ക്യാരക്ടർ. അത് നമ്മൾ തിരിച്ചറിയാണ്ട് പോവാണ്. ആക്ടർ ക്യാരക്ടറുമായിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നു ആൻഡ് ദെൻ അസ്യൂംസ് ദാറ്റ് ഐ ആം ദാറ്റ് ക്യാരക്ടർ ത്രൂ ഔട്ട്. ദാറ്റ് ഈസ് ഐഡന്റിറ്റി ക്രൈസിസ്. അതാണ് ഇവിടെ ഇപ്പൊ എന്താ പറയണ? സെൽഫ്. ഐ ആം ദ സെൽഫ്. ഗീത പറയുന്നു ഐ ആം ദ സെൽഫ്. അതായത് ആത്മാവാണ്, ആത്മതത്വമാണ്, ഈശ്വര തത്വമാണ് ഞാൻ. പക്ഷേ ഞാൻ ഐ കോൾ മൈസെൽഫ് സതീഷ്. I don't call myself the infinite self. I call myself Satish. അപ്പോ ഞാൻ ആ സെൽഫ് എന്റെ ശരീരത്തിന്റെ ഉള്ളിൽ കൂടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ സതീഷാണ്, ശരിയാണ്. പക്ഷേ I should not forget the fact that I am the self. അതാണ് അത് മറക്കുമ്പോഴാണ് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാവുന്നതെന്ന് ഗീത നമുക്ക് പറഞ്ഞു തരുന്നത്. എങ്ങനെ
how does it happen and how can you get rid of it, etc. is actually the subject matter of the rest of the 650 slokas. Okay, so അപ്പൊ അങ്ങനെ ആ രണ്ട് ശ്ലോകങ്ങൾ അവിടെ സഞ്ജയ then goes on to describe the scene. സഞ്ജയനാണല്ലോ അവിടെ ധൃതരാഷ്ട്രന് പറഞ്ഞു കൊടുക്കുന്നത്. Having spoken thus to his own self, who is the lord of the senses, the one who is a relentless destroyer of enemies, I will not fight, and became silent. അതായത് ഈ പരന്തപനായിട്ടുള്ള അർജുനന്റെ മനസ്സ് അവിടെ യുദ്ധം ചെയ്യില്ല എന്ന് പറഞ്ഞ് അവിടെ ഇരുന്നു. Krishna then spoke to Arjuna, who was sitting despondent in the middle of the armies. അതാണ് സീൻ. അപ്പൊ now let's get into it. അപ്പൊ അതിൽ ഞാൻ ആദ്യം ഒന്ന് ഐ എം ഗോയിങ് ടു, ഇപ്പം എനിക്ക് ഒരു ഹൈപ്പോത്തറ്റിക്കൽ സിനാറിയോ, എനിക്ക് അവിടെ യൂറോപ്പിലെ കുറച്ച് സിറ്റീസ് കാണാൻ പോകണം. അപ്പൊ ഞാൻ മാപ്പിൽ നോക്കുമ്പോൾ ഐ ക്യാൻ സീ ദാറ്റ് റൗണ്ട് അവിടെയാണ് എനിക്ക് പോകേണ്ടത്. ഇൻ റിലേഷൻ ടു വേർ ഐ എം, മേ ബി ഐ എം ഇൻ ഇന്ത്യ, UAE or somewhere, ഇവിടെ ഐ എം സംവെയർ ഹിയർ, let's say either sitting here or somewhere here, and I'm seeing this picture. I know where I have to go. പെട്ടെന്ന് എനിക്ക് ഒരു ഐഡിയ കിട്ടി. പക്ഷെ അത് പോരാ. അപ്പൊ എന്ത് പറ്റും? The travel agent showed me this. He zoomed into that area and then I saw ഞാൻ എവിടേക്കാ പോകേണ്ടതെന്ന് അയാൾ കാണിച്ചു തന്നു. See, I am going to London, I am going to Paris, going to Sweden, maybe one city in Sweden and Germany. ഈ 4 രാജ്യങ്ങളിലേക്കാണ് ഞാൻ പോകാൻ പോകുന്നത് എന്ന് ഞാൻ കണ്ടു കഴിഞ്ഞപ്പോൾ I get a detailed view of what it is. ഇനിയും further details also you can do, but this is ഞാൻ ഒരു illustration എന്നുള്ളതിന്. അപ്പൊ ഇവിടെ എനിക്ക് ആദ്യം ആ ഫുൾ വേൾഡ് മാപ്പ് കാണിച്ചു തന്നിട്ട് ഇവിടെയാണ് ഞാൻ പോകുന്നത് ഇൻ റിലേഷൻ ടു വേർ ഐ എം നൗ. I get the idea. Yes, and what happens? I am getting interested now. Yeah, look, I want to go there. And then he goes and zooms into each one of them separately and then shows. Appa avada details. I'm interested in now seeing what is there to see in London, what is there to see in Paris, and what is there to see in Munich or wherever. അതൊക്കെ എനിക്ക് ഇൻട്രസ്റ്റ് വന്നു. Why? Because I have initially കണ്ടു ഞാൻ ഇവിടെ ഇത്ര എല്ലാ അടുത്തടുത്തുള്ള സ്ഥലങ്ങളാണ്. അപ്പൊ then therefore definitely it is worth it, so I should go എന്നുള്ള എനിക്കൊരു ഫീലിംഗ് വന്നു അല്ലെ. This is exactly the psychological അല്ലെങ്കിൽ cognitive strategy that ശ്രീകൃഷ്ണ used on Arjuna. അതാണ് ഇവിടെ രണ്ടാമത്തെ ചാപ്റ്റർ അല്ലെ. അപ്പൊ അത് കാരണം എന്താ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ രണ്ടാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ഈ ആദ്യത്തെ പോർഷനാണ്. ഇവിടെ ഈ ചെറിയ ഇതിന്റെ ഉള്ളിലാണ് ഞാൻ ഉള്ളത് എന്ന് കാണിച്ചു തരികയാണ് ചെയ്യുന്നത്. ഇവിടേക്കാണ് നിങ്ങൾ പോകാൻ പോകുന്നത് എന്ന് മാത്രമേ ആദ്യം കാണിക്കുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ മൂന്നാമത്തെ ചാപ്റ്റർ മുതലുള്ളതാണ് ഇതിന്റെ ഉള്ളിലത്തെ പര്യടനം. അപ്പോ ഇതാണ് ഇപ്പൊ കണ്ടത്. ഇത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ഇവിടെയാണ്, ആൻഡ് വി ആർ ഗോയിങ് ദർ ആൻഡ് ഐ എം ഗോയിങ് ടു സീ സോ മെനി കൺട്രീസ് എന്നുള്ള എക്സൈറ്റ്മെന്റ് വന്നു എനിക്ക്. Therefore the travel agent has won the war. And then now I will tell him, okay, tomorrow morning I will come, another appointment, I want to see the details. That is exactly what Krishna did to Arjuna. Arjunane ഒരു capsule കൊടുത്തു ആദ്യം, full view. അതാണ് സെക്കൻഡ് ചാപ്റ്റർ. So that Arjuna became എന്താ പറയാ, നമ്മളിങ്ങനെ എക്സൈറ്റഡ് ആയി. അപ്പൊ നമ്മൾ ഈ പട്ടികളൊക്കെ അടുത്ത് വരുമ്പോൾ ഇങ്ങനെ വാലക്കാട്ടി വരില്ലേ, അതുമാതിരി അർജുനൻ ശ്രീകൃഷ്ണന്റെ അടുത്ത് നിൽക്കാൻ തുടങ്ങി ഇത് കണ്ടപ്പോൾ. കാരണം ആ എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കി. അതിനാണ് സെക്കൻഡ് ചാപ്റ്റർ. സെക്കൻഡ് ചാപ്റ്റർ therefore is a overall view. ആ ഓവറോൾ വ്യൂ ഇല്ലാണ്ട് ആദ്യം തന്നെ അങ്ങനത്തെ ഡീറ്റെയിൽസിൽ കർമ്മയോഗം ഭക്തിയോഗം എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാമായിരുന്നു. അപ്പൊ എന്ത് പറ്റുന്ന വെച്ചാൽ ഇൻട്രസ്റ്റ് പോകും. അതിനുള്ള സ്ട്രാറ്റജിയാണ് കോഗ്നിറ്റീവ് സ്ട്രാറ്റജി ഓഫ് ടീച്ചിങ്, കോഗ്നിറ്റീവ് സ്ട്രാറ്റജി ഫോർ ലേണിംഗ്, കോഗ്നിറ്റീവ് സ്ട്രാറ്റജീസ് ഫോർ വാട്ട് യു കോൾ പ്രൊവോക്കിംഗ് ഇൻട്രസ്റ്റ് ഇൻ ദ മൈൻഡ്സ് ഓഫ് ദ ലേണർ എന്നൊക്കെ പറയുന്ന അതിങ്ങനെ കാണാം നമുക്ക് ഭഗവത്ഗീതയിൽ. ഇത് ഞാൻ എവിടെയൊക്കെ ഇത് കാണാമോ അതൊക്കെ ഞാൻ അപ്പ പറയാം. ബിക്കോസ് 18 അധ്യായങ്ങളെ അത് വളരെ വളരെ പ്രിസൈസ് ആയിട്ടാണ് ഇങ്ങനെ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ അത് കാരണം അതിന്റെ ഫസ്റ്റ് ഒരു ഷോട്ട് എന്നുള്ള നിലയാണ് ഇപ്പോൾ പറഞ്ഞത്. ദിസ് ഈസ് എ സെൽഫ് അനാലിറ്റിക്സ് സമ്മറിയാണത്. അത് ആദ്യം തന്നെ കാണിച്ചു തരികയാണ് ചെയ്യുന്നത്. ഫ്രം ഇനി 11th ശ്ലോക ടു 30th ശ്ലോക ഈസ് ദ നോളജ് ഓഫ് ദ സെൽഫ്, ജ്ഞാനം. From stanza 31 to 60, it is the importance of selfless work. Then stanza 61 to 70 is the concept of devotion, bhakti. And 71 and 72 അപ്പോൾ അതിന്റെ റിസൾട്ട് ആണ്. ഇതൊക്കെ കാരണം ഉണ്ടാകുന്ന റിസൾട്ട്, the state of flow of achievers, successful people, what is their state എന്നുള്ളതും കൂടി പറഞ്ഞ് നിർത്തണം. അപ്പോൾ ഇതാണ് രണ്ടാമത്. ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ തോന്നുക, എന്നാൽ ഞാൻ മൂന്നാമത്തെ അധ്യായം മുതൽ ഞാൻ പഠിച്ചു കളയാം എന്ന് എനിക്ക് തോന്നണം. That is what Krishna is trying to get or achieved in the mind of Arjuna. That is exactly what we are going to do now. അപ്പൊ അതുകൊണ്ടാണ്. അപ്പോൾ ഇതില് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, this is the Gita-Intelligence knowledge we are going to give, where knowledge, duty and attitude constituting the selfless work,
inspiration of devotion and state of flow. Final result. Idana Gita-Intelligence for stars. Gita, GI star na edhi adonda. The Gita-Intelligence to become a star in life as well as in living is all about having knowledge, having the mindset of duty and right attitudes, having a refined mind of inspiration, and thus getting to a state of flow. Adana. This is basically Jnana Yoga, Karma Yoga, and Bhakti Yoga, resulting in expansion, limitlessness of state of flow. This is Bhagavad-Gita. അപ്പോൾ ഇതാണ് ഈ രണ്ടാമത്തെ അധ്യായത്തിലത്തെ ഓർഡർ. ആൻഡ് ഈ ഓർഡറിൽ സ്വല്പം ഒരു മാറ്റം വരുത്തും 3 മുതൽ. അത് ഐ വിൽ ടോക്ക് അബൌട്ട് ദാറ്റ് ലേറ്റർ. സോ ദിസ് ഈസ് ഭഗവത്ഗീത. സോ ഇവിടെ ഗീത ഇന്റലിജൻസ് ക്യാപ്സ്യൂൾ, ഒരു ക്യാപ്സ്യൂൾ എന്താണത് ഞാൻ പറയാം. ഒരു സ്ട്രാറ്റജി ആയിട്ട് പറയുകയാണെങ്കിൽ സീ, തിങ്ക് ആൻഡ് വണ്ടർ, ലേണിംഗ് സ്ട്രാറ്റജി. അപ്പൊ ഇപ്പൊ ശ്രീകൃഷ്ണൻ ഇവിടെ, ശ്രീകൃഷ്ണനോ വേദവ്യാസൻ ഈ ഗ്രന്ഥം എഴുതുമ്പോൾ, ഭഗവത്ഗീത എഴുതുമ്പോൾ ഉണ്ടാക്കിയ സ്ട്രാറ്റജി, അല്ലെങ്കിൽ ശ്രീകൃഷ്ണൻ അർജുനന് പറയുന്നതായിട്ടുള്ള സ്ട്രാറ്റജി എന്ന് നമ്മൾ പറയുന്നു. എങ്ങനെ വേണമെങ്കിൽ നമുക്ക് എടുക്കാം. വാട്ട് ഈസ് ദാറ്റ് സ്ട്രാറ്റജി? ഇറ്റ് ഈസ് ദ സ്ട്രാറ്റജി ഓഫ് സീ, തിങ്ക് ആൻഡ് വണ്ടർ, ലേണിംഗ് സ്ട്രാറ്റജിയാണ്. അപ്പൊ അർജുനന് ഇത് മനസ്സിലാക്കണം. അർജുനെ പഠിപ്പിച്ച് മനസ്സിലാക്കി അർജുനനെ സിംഹം ഗർജനത്തോടുകൂടി പുറത്തേക്ക് ഇറക്കണം. അതാണ്. അപ്പൊ അർജുനന് ഇൻട്രസ്റ്റ് വരാൻ, ലേണിംഗ് സ്റ്റുഡന്റ് ആയിട്ടുള്ള അർജുന ഇൻട്രസ്റ്റ് വരാനായിട്ടുള്ള സ്ട്രാറ്റജിയാണ് സീ, തിങ്ക് ആൻഡ് വണ്ടർ. ദിസ് ഈസ് എ സ്ട്രാറ്റജി ടീച്ചേഴ്സ് ക്യാൻ എംപ്ലോയ് ഇൻ സ്കൂൾസ്, ഇൻ പ്രൊഫസേഴ്സ് ക്യാൻ എൻജോയ് ഇൻ കോളേജ്, വേറെ എവിടെയൊക്കെ ഒരു ഗുരു ആവുന്ന ശ്രീകൃഷ്ണൻ സ്റ്റുഡന്റ് ആവുന്ന അർജുനനെ എന്തെങ്കിലും പഠിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജിയാണ് സീ, തിങ്ക് ആൻഡ് വണ്ടർ. അതായത് സെക്കൻഡ് ചാപ്റ്ററിൽ ഇതാണ് ചെയ്യുന്നത്. എന്തൊക്കെയാണ്? ഓവർവ്യൂ ഓഫ് ദ കമ്പോണന്റ് പാർട്സ്. സെക്കൻഡ് ചാപ്റ്ററിൽ ചെയ്യുന്നത് എന്താ? ഓവർവ്യൂ ഓഫ് കമ്പോണന്റ് പാർട്സ്. അതാണ് നമ്മൾ വി ആർ സീയിങ് ഫ്രം എ ബേർഡ്സ് ഐ പെർസ്പെക്റ്റീവ്. ഇങ്ങനെ ഒരു എന്താ പറയുക, ഈഗിൾസ് ഐ പെർസ്പെക്റ്റീവ് എന്നൊക്കെ പറയുന്ന മാതിരി വി സീ ഫ്രം എൻ ഔട്ട്സൈഡ്, സൂംഡ് ഔട്ട് ലെവലിൽ നിന്ന് എന്താണ് ഞാൻ പഠിക്കാൻ പോകുന്നത് എന്ന് കാണിച്ചു തരികയാണ്. അത് കഴിയുമ്പോൾ പിന്നെന്താ പറ്റുക? ഡീറ്റെയിൽസ് ഓഫ് ദ കമ്പോണന്റ് പാർട്സ്. 3-ാമത്തെ അധ്യായം മുതൽ ഡീറ്റെയിൽസ് ഓഫ് ദ കമ്പോണന്റ് പാർട്സ്. അപ്പൊ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ, ഞാനിത് കണ്ടു, ഇനി നമ്മൾ ഓരോന്നായിട്ട് എടുത്ത് അതിനെപ്പറ്റി റിഫ്ലക്ട് ചെയ്യണം, ചിന്തിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. തിങ്കിങ് ദ ഡീറ്റെയിൽസ്. അത് മാത്രമല്ല, അതിന്റെ ഒപ്പം തേർഡ് സ്റ്റെപ്പ് കൂടിയുണ്ട്. വാട്ട് ഈസ് ദാറ്റ്? ഇന്റഗ്രേറ്റ് അപ്വേർഡ്. അതായത് ഇത് എന്താണെന്ന് മനസ്സിലാക്കി കണക്ട് ചെയ്യണം മറ്റതൊക്കെ, ഇതിനു മുമ്പ് പഠിച്ച സംഗതികളായിട്ട് കണക്ട് ചെയ്യാനായിട്ടുള്ള ഒരു പ്രോസസ്. സോ അതാണ് വണ്ടറിങ്. അതായത് ഐ ഷുഡ് ഗെറ്റ് ഐ ഷുഡ് ബി വണ്ടറിങ് അബൌട്ട് വാട്ട് ഈസ് ഹാപ്പനിങ്. അപ്പോഴേ ദെൻ ഓൺലി ഐ വിൽ ബി കണക്ട്. ഇതെന്താ ഇങ്ങനെ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? നമ്മൾ വി ആർ ആസ്കിങ് ക്വസ്റ്റ്യൻസ് ആൻഡ് ദെർഫോർ വി ആർ ഏബിൾ ടു കണക്ട് ടു അവർ എക്സ്പീരിയൻസസ്, പ്രീവിയസ് നോളജ്, ആൻഡ് ദെർഫോർ ദ നോളജ് ഈസ് അക്വയർഡ്. അപ്പോൾ സോ സീ, തിങ്ക് ആൻഡ് വണ്ടർ ഈസ് ദ സ്ട്രാറ്റജി. ഇത് ഓക്കെ, ഇതിന്റെ സ്ട്രാറ്റജീസ് പാറ്റേൺസ് ആയിട്ട് നമ്മൾ പാറ്റേൺ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കുട്ടികൾക്ക് വേണ്ടി ക്ലാസ് എടുക്കാറുണ്ട്. അപ്പൊ അതിലേക്ക് ഞാൻ ഇപ്പൊ കിടക്കുന്നില്ല. സീ, തിങ്ക് ആൻഡ് വണ്ടർ ക്യാൻ ബി അപ്ലൈഡ് ഇൻ ക്ലാസ് റൂംസ്. സോ ബേസിക്കലി അതാണ് ഇവിടെ അതിനുള്ള സ്ട്രാറ്റജിയാണ് കാണിക്കുന്നത്. ശ്രീകൃഷ്ണൻ അർജുനന് ഭഗവത്ഗീതയുടെ ഒരു ഓവർവ്യൂ കൊടുക്കുന്നു, എന്നിട്ട് ഡീറ്റെയിൽസിലേക്ക് കടക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്നു. അർജുനൻ ഇടയ്ക്കിടയ്ക്ക് ചോദ്യങ്ങളും ചോദിക്കുന്നുണ്ട്. സോ വി ഹാവ് ദിസ് സീ, തിങ്ക് ആൻഡ് വണ്ടർ ബീയിങ് ഇംപ്ലിമെന്റഡ് ഇൻ ദ ഹോൾ പ്രോസസ് ഓഫ് ഭഗവത്ഗീത ആസ് എ കോഗ്നിറ്റീവ് സ്ട്രാറ്റജി ഓഫ് ദ ടീച്ചർ ടീച്ചിങ് ദ സ്റ്റുഡന്റ്. അല്ലെങ്കിൽ ഇൻ ദ വർക്ക് പ്ലേസസ് you get similar. What is it? Plan, build and connect. Maybe you are designing and implementing artifacts, or designing and implementing processes and procedures, or design and implementing systems in place. ഇതൊക്കെ ചെയ്യണമെങ്കിൽ പ്ലാൻ, ബിൽഡ്. അപ്പൊ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ എന്താ? യു ടേക്ക് എ ഓവർവ്യൂ, യു ടോപ്പ് ഡൗൺ ആയിട്ടുള്ള ഒരു പിക്ചർ ആദ്യം റെഡിയാക്കും. ദാറ്റ് ഈസ് ബേസിക്കലി വാട്ട് വി ഷുഡ് ഡു. എന്ത് കോംപ്ലക്സ് പ്രോജക്റ്റിൽ ഇറങ്ങുമ്പോഴും ഫസ്റ്റ് ഐ ഹാവ് എ പ്ലാൻ which is about top down view of the things, and then what you do is you will go down to each of those lowest components, bottom up each component എടുത്ത് expand ചെയ്ത് connect ചെയ്ത് build and connect and go up. This is the process. Top down planning, bottom up design, implementation. This is basically the strategy for success. So this strategy for learning, or this strategy for executing work, is seen in the structure of Bhagavad-Gita itself. അപ്പോൾ നമ്മൾ ഭഗവത്ഗീതയുടെ ഉള്ളിൽ കയറിയിട്ട് വർക്ക് സ്ട്രാറ്റജീസും ലേണിംഗ് സ്ട്രാറ്റജീസിന്റെ ഭക്തിയും കർമ്മവും ഒക്കെ പഠിപ്പിക്കാൻ പോവാണ്. അതിനു മുമ്പ് തന്നെ ഭഗവത്ഗീതയുടെ സ്ട്രക്ചറിൽ തന്നെ we can see these processes, cognitive processes in place. We have to learn from that how to structure knowledge, and that is basically what
is shown. അതാണ് രണ്ടാമത്തെ അധ്യായത്തിന്റെ. ഇപ്പൊ രണ്ടാമത്തെ അധ്യായം നോക്കുമ്പോൾ ഇതിൽ നമ്മൾ ഓവർവ്യൂ ഓഫ് കമ്പോണന്റ് സി എന്ന് പറയുന്ന സ്ട്രാറ്റജിയാണ് എടുക്കാൻ പോകുന്നത്. ഇപ്പൊ കാണാൻ ഇപ്പൊ നമ്മൾ വി ആർ ജസ്റ്റ് ഗോയിങ് ടു സി, therefore lots of things will be നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പൊ നിങ്ങൾക്ക് ഞാൻ ഐ എം നോട്ട് ഇൻ ജനറൽ, നമുക്ക് പുതിയതായിട്ട് ഒരാൾ ഗീത പഠിപ്പിക്കുമ്പോൾ ആദ്യത്തെ ചാപ്റ്റർ വായിക്കുമ്പോൾ പല സംഗതികളും മനസ്സിലാവില്ല. ഫൈൻ, നോ പ്രോബ്ലം, ബട്ട് go through that, see that first, and then one by one we will start thinking and wondering, thinking and wondering, thinking and wondering, thinking and wondering, and connecting it to what we have seen in the second chapter. So second chapter, so many things you may not understand, but don't worry, because it is a process of see, think and wonder being implemented in the Bhagavad-Gita learning. Now, appo തുടങ്ങാം. ഇനി ശ്രീകൃഷ്ണൻ അർജുനന് പറഞ്ഞു കൊടുക്കുന്ന എന്റെ കോർ സബ്ജക്റ്റുകളിലേക്ക് കിടക്കാൻ ഞാൻ. അപ്പൊ അതിന്റെ ഫണ്ടമെന്റൽ സംഗതികൾ നമുക്കൊന്ന് ആദ്യം നോക്കാം. തിങ്കിങ് അബൌട്ട് കോൺഷ്യസ്നസ്. എന്താണ് കോൺഷ്യസ്നസ്? ഹാവ് യു എവർ തോട്ട് അബൌട്ട് വാട്ട് കോൺഷ്യസ്നസ് ഈസ്? ഫണ്ടമെന്റൽ, വളരെ ബേസിക് ലെവലിൽ ഇഫ് യു തിങ്ക് അബൌട്ട് കോൺഷ്യസ്നസ്, what are you actually saying? You are saying that, for example, think about your own consciousness. I am existing. I exist എന്നുള്ളതല്ലേ എൻ്റെ ഫസ്റ്റ് കോൺഷ്യസ്നസ് അല്ലെ? ഇപ്പൊ ഞാൻ ഐ ആം എക്സിസ്റ്റിംഗ് എന്നുള്ള ബോധം എനിക്കില്ലെങ്കിലോ പിന്നെ ഒന്നിനെ പറ്റി എനിക്ക് ബോധം ഉണ്ടാവില്ല അല്ലെ? സോ ദ ഫസ്റ്റ് തിങ് ഈസ് ഐ ആം എക്സിസ്റ്റിംഗ്. ആൻഡ് ദ സെക്കൻഡ് തിങ് എന്താണ് ഓഫ് കോൺഷ്യസ്നസ് ഈസ് ദാറ്റ് ഐ ആം എക്സ്പീരിയൻസിങ് certain things. I exist and I am seeing the screen in front of me. I exist. I am hearing the sound that I speak. I am existing and I see the screen where all of you have logged in and your pictures. I am experiencing. I exist and I am getting the blow of the fan from behind me. I exist and there is what do you call a level of lightness, light here, so I can see. See, so two things are happening because I am conscious. One is that I exist, and the second is that I am experiencing certain things. Is that clear? So you are existing and you are experiencing. Adana consciousness in രണ്ട് ആസ്പെക്റ്റുകൾ, രണ്ട് സ്പാർക്ക് ഓഫ് കോൺഷ്യസ്നസ്, സ്പാർക്സ് ഓഫ് കോൺഷ്യസ്നസ്. അപ്പോ അതിന്റെ ഇനി നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പോവുകയാണെങ്കിൽ യു, അതായത് യു അല്ലെങ്കിൽ ഐ ഹാവ് എൻ എക്സിസ്റ്റിംഗ് മൈൻഡ് ആൻഡ് ബോഡി. എനിക്കൊരു മനസ്സുണ്ട്, എൻ്റെ മനസ്സ്, എൻ്റെ ബുദ്ധി, എൻ്റെ ശരീരം. ആൻഡ് ഐ എം ഇവിടെ മൗസ് ഇരിക്കുന്ന, മൈക്ക് ഇരിക്കുന്നുണ്ട്, കീബോർഡ് ഉണ്ട്, സ്ക്രീൻ ഉണ്ട്, മൊബൈൽ ഫോൺ ഉണ്ട്, ഡയറി ബുക്ക് ഉണ്ട്, പേനയുണ്ട്, എക്സെട്ര. ഐ ക്യാൻ സീ തിങ്സ് അറൌണ്ട് മീ. Similarly, if you look around, you can see things around you. You will say, yes, I'm listening because I have a mind. So you have that. And then you are aware of the happenings around you. If you really, your eyes would have gone, ears would have gone out now. പുറമെ താഴെ അവിടെ ഏതോ ഒരു പോലീസ് വാൻ പോയതിന്റെ സൈറൻ കേട്ടു, അല്ലെങ്കിൽ ഫയർ എഞ്ചിന്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്, അല്ലെങ്കിൽ the AC is humming, the fan is rotating, I can hear. And you can also, I can hear you speaking through the mic, I can hear you. ഇതൊക്കെ കാണുകയാണ്. I am aware of what is happening around me. And I am also aware of what is happening now. I am acquiring knowledge, or I know, yes, I understand this. Why? How do you say that I understand this? Because I have heard about it, I have read. So I am connecting with my existing knowledge. So you know that I have certain knowledge. Angane, you are existing and you are experiencing these things. Two things that are happening because you are aware. Apo awareness and perception and responsiveness, and then you are aware of it, and therefore you will start responding because of the experiences of what is happening outside around you. So you are aware, and because you are perceiving things, and you are responsive to the surroundings because of this consciousness. അപ്പോൾ അതാണ് കോൺഷ്യസ്നസിന്റെ ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ തിങ്കിങ് അബൌട്ട് കോൺഷ്യസ്നസ് ഇൻ ഡീറ്റെയിൽ ലിറ്റിൽ ബിറ്റ് മോർ. എന്താണ്? വൺ യു എക്സിസ്റ്റ്, സെക്കൻഡ് യു എക്സ്പീരിയൻസ്. അപ്പോൾ എക്സിസ്റ്റൻസ് ആൻഡ് എക്സ്പീരിയൻസിങ് ആർ ടു തിങ്സ് ദാറ്റ് ആർ ഹാപ്പനിങ് ടു യു ബിക്കോസ് യു ആർ കോൺഷ്യസ്നെസ് കൊണ്ട് ഉണ്ടാവുന്നത്. എന്തൊക്കെ? അപ്പോൾ അതിന്റെ ഫണ്ടമെന്റൽ നട്ട്സ് ആൻഡ് ബോൾസ് ലെവലിൽ നോക്കുകയാണ്. വാട്ട് യു എക്സിസ്റ്റ്, വാട്ട് ഈസ് ദിസ് എക്സിസ്റ്റൻസ് പ്രോപ്പർട്ടി? ഇറ്റ് ഈസ് എ property of consciousness. അല്ലെ? ആ കോൺഷ്യസ്നെസിന്റെ പ്രോപ്പർട്ടിയാണ്, ഫണ്ടമെന്റൽ പ്രോപ്പർട്ടിയാണ് എക്സിസ്റ്റൻസ്. സംതിങ് ദാറ്റ് സെറ്റ്സ് അപ്പാർട്ട് എ തിങ് ഓർ എ പേഴ്സൺ ഫ്രം അതേഴ്സ് ഓഫ് ദ സെയിം കൈൻഡ്.
ഞാൻ എക്സിസ്റ്റ് ചെയ്യണു എന്നുള്ള ഫീലിംഗ്, അതാണ് ഫണ്ടമെന്റൽ പ്രോപ്പർട്ടി. ദാറ്റ് ഈസ് എ പ്രോപ്പർട്ടി. വേറാസ് യുവർ എക്സ്പീരിയൻസസ് ആർ എ ഫങ്ഷൻ ഓഫ് കോൺഷ്യസ്നസ്. Think about that. Consciousness, existent. I exist is the property of consciousness. Is because of the property of consciousness. And I am experiencing things is the function of the consciousness that I have. അതുകൊണ്ടാണ് അതെനിക്ക് ഉണ്ടാവുന്നത്. The action for which a person or a thing is used to, for which a thing exists. That is the definition. അപ്പോൾ പ്രോപ്പർട്ടി ആൻഡ് ഫങ്ഷൻ എന്ന് പറയുന്ന രണ്ട് ആസ്പെക്ട് ഉണ്ട് കോൺഷ്യസ്നസ്. ആദ്യത്തേതിനെയാണ് ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. അപ്പൊ കോൺഷ്യസ്നസിന്റെ നമ്മളിപ്പോ വി ആർ ട്രൈങ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് കോൺഷ്യസ്നസ് ഈസ്. കോൺഷ്യസ്നസ്, therefore existence is an attribute of consciousness. And what is the experiencing aspect of consciousness? That is called as the substantive function of consciousness. Something substantial. എനിക്ക് ഇവിടെ ഇപ്പോൾ ഒരു മൊബൈൽ ഫോൺ ഇവിടെ ഇരിക്കുന്നു, മൊബൈൽ ഫോൺ, the cell phone, a substance. I am aware of this substance here, sitting here, a pen. I am aware of this object here. That substantive property of consciousness is called as the aspect of experience that the consciousness provides. Okay, is that clear? We'll be talking about this more, but at the moment this is an introduction. അപ്പോൾ ഇനി നമുക്ക് വേറൊരു ആസ്പെക്ട്, വേറൊരു പെർസ്പെക്റ്റീവ് നോക്കാം. ഇത് യൂണിവേഴ്സൽ എനർജി. നമ്മുടെ ചുറ്റും യൂണിവേഴ്സൽ എനർജീസ് ആണ് അല്ലെ. ഓക്സിജൻ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, നൈട്രജൻ ഉണ്ട്, മറ്റേത് അങ്ങനെ എയർ ഉണ്ട്, എയറിൽ കൂടെയാണ് ഓക്സിജൻ കിട്ടുന്നത്. പിന്നെ അത് കാരണം ഉണ്ടാവുന്ന പക്ഷികൾ, അല്ലാതെ വൃക്ഷങ്ങൾ, മൃഗങ്ങൾ, അതൊക്കെ ഉണ്ടാവും. അവരിൽ നിന്ന് മറ്റേ പഴവർഗ്ഗങ്ങൾ, ഇതൊക്കെ നമ്മൾ വെള്ളം കുടിക്കുന്നു, പഴവർഗ്ഗങ്ങൾ തിന്നു, അങ്ങനെയൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് ഈ എനർജി കയറി പോവുകയാണ്. ദ യൂണിവേഴ്സൽ എനർജി സിസ്റ്റംസ്. അതിൻ്റെ ഉള്ളിലാണ് ഞാൻ. കംപ്ലീറ്റ് യൂണിവേഴ്സൽ, ഒരു വലിയ ഓഷ്യൻ, ഒരു ഓഷ്യന്റെ അടിയിലേക്ക് ഞാൻ നടുവിൽ താന്ന് കിടക്കുകയാണെന്ന് വിചാരിക്കുന്ന മാതിരി ഒരു വലിയ ഓക്സിജൻ ഓഫ് യൂണിവേഴ്സൽ എനർജി സിസ്റ്റംസ്. അതിന്റെ ഉള്ളിലെ ഓഷ്യൻ ഓഫ് എനർജി സിസ്റ്റംസിന്റെ ഉള്ളിൽ ഞാൻ മുങ്ങിക്കിടക്കുന്നു. ദാറ്റ് ഈസ് ദ ഇൻഡിവിജ്വൽ ദാറ്റ് ഐ ആം. And now my brain, my object, my brain is the first fellow who starts tapping these energies. എങ്ങനെയാണ്? What really happens is that this universal energy systems empowers your brain, and out comes consciousness and creating your intellect, mind and body. This is how things work. Intellect, mind and the body is energized by that consciousness, which is derived from what? The universal energy systems. And what is the object that actually taps this power? The brain. And of course, all the cells also, because there are other limited intelligences or that conscious awareness that is created by every cell in the body. But I'm not, other than generalize that brain ആണ് major function of consciousness നമുക്ക് തരുന്നത്. Local intelligence and local consciousness ഉണ്ട്. So purely scientific terms, yes, that is there. But then for a subjective evaluation of the understanding of this knowledge, I think ഇത് മതി. ബ്രെയിനിൽ knowledge, consciousness എന്നുള്ളത് മനസ്സിലാക്കുന്നത് is right, and it is correct, and it is appropriate. So intellect, mind and the body energized through universal energy systems within. This is what happens. ഇനി നമുക്ക് വേറൊരു പിക്ചർ നോക്കാം. So consciousness is attributive plus substantive എന്ന് പറയുന്ന രണ്ട് ആസ്പെക്റ്റുകളുണ്ട്. അതാണ് അവിടെ കാണിച്ചത്. ഒന്ന്, the attributive consciousness is the what gives you the power of knowing that you exist. എനിക്ക് ഞാനിവിടെ ഉണ്ട്, ഞാൻ ജീവിച്ചിരിക്കുന്നു എന്നുള്ള ബോധം എനിക്ക് ഉണ്ടാക്കി തരുന്നു. മറ്റേതോ സബ്സ്റ്റാൻറ്റീവ് കോൺഷ്യസ്നസ് എന്താ തരുന്നത്? ഇത് എനിക്ക് എൻ്റെ ഇവിടെ പുറമേ നടക്കുന്ന സംഗതികൾ എന്തൊക്കെയാണ് അവിടെ ഉള്ളത്, അല്ലെങ്കിൽ എൻ്റെ നോളജ് എന്താണ്, ഇതെന്താണ് നോളജ് കോൺസെപ്റ്റുകളെ എനിക്ക് മനസ്സിലാക്കുന്നു, എൻറ്റൈറ്റീസിനെ മനസ്സിലാക്കുന്നു, എക്സ്പീരിയൻസസ് കിട്ടാൻ വേണ്ടിയിട്ട് പുറമേയുള്ള സംഗതികൾ. അതെങ്ങനെ ഉണ്ടാക്കുന്നത്? നമ്മുടെ സബ്സ്റ്റാൻറ്റീവ് ആയിട്ടുള്ള കോൺഷ്യസ്നസ് എനിക്ക് ഈ ഒബ്ജക്റ്റുകളെയൊക്കെ പുറമെ കാണാൻ സാധിക്കുന്നത് എങ്ങനെയാണ്? എന്തുകൊണ്ടാണ്? ഇറ്റ് ഈസ് ബിക്കോസ് of my intellect's rationality or ideations of the intellect, feelings of the mind, and the sensing pleasures of my sensory apparatus, physical body. Appo intellect, mind and body is helping you to give this substantive consciousness. മറ്റേത് അങ്ങനെയല്ല. അട്രിബ്യൂട്ടീവ് കോൺഷ്യസ്നസ് ഈവൻ ഇന്റലക്ട്, മൈൻഡ്, ബോഡി ഇല്ലാണ്ട് അതൊക്കെ ഉറങ്ങി കിടക്കുമ്പോൾ പോലും നമുക്ക് അത് ഫീൽ ചെയ്യാൻ പറ്റും. ഓക്കെ, more about that later. And this substantive consciousness gives rise to thoughts and actions. അതാണ് സംഭവിക്കുന്നത്. ഇത് ഞാൻ സമ്മറിയാണ്, ഇതൊക്കെ സമ്മറിയാണ് കേട്ടോ, because we are going to look at this in detail from chapter 3 onwards later on. But Krishna is now giving us
summary, and so therefore I am also forced to give you that. But then I feel that that's a good strategy. This kind of a summary is always required, and that is why Krishna also gave it to Arjuna. അപ്പൊ ഇവിടെ ഇതിനെയാണ് ഈ ആട്രിബ്യൂട്ട് എക്സിസ്റ്റ്, ഐ എക്സിസ്റ്റ് എന്ന് എന്നെ കൊണ്ട് പറയിപ്പിക്കുന്ന ശക്തി. ദാറ്റ് ഇസ് സെൽഫ്. ഐ കോൾ ഇറ്റ് ആസ് ദ സെൽഫ്, ആൻഡ് ദാറ്റ് ഈസ് ദി ആത്മന്റെ സെൽഫിന്റെ ആസ്പെക്ട് ആണ്. ആൻഡ് ദി അതർ ആസ്പെക്ട് ഈസ് ദി സബ്സ്റ്റാൻറ്റീവ് ആസ്പെക്ട്, ഇറ്റ് ഈസ് എ ബോഡി മൈൻഡ് ഇന്റലക്ട് കോൺഷ്യസ്നസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും എനിക്ക് കാണാനും കേൾക്കാനും എക്സ്പീരിയൻസ് ചെയ്യാനും പറ്റുന്ന സംഗതികൾ പുറമെ തോട്ട്സ് ആൻഡ് ആക്ഷൻസിലേക്ക് എത്തിക്കുന്ന BMI കോൺഷ്യസ്നസ് ആൻഡ് സെൽഫ് കോൺഷ്യസ്നസ് എന്ന് പറയുന്നത്. സെൽഫ് കോൺഷ്യസ്നസ്, ഐ എക്സിസ്റ്റ്, ദാറ്റ് ഇസ് സെൽഫ് കോൺഷ്യസ്നസ്. ഐ ഹാവ് എ ബോഡി, ഐ ഹാവ് എ മൈൻഡ്, ഐ ഹാവ് എൻ ഇന്റലക്ട്, ഐ എം സീയിങ് മൈക്ക്, ദ സ്ക്രീൻ, ഐ എം ഫീലിംഗ് ദ ഹീറ്റ്, coolness, etc. It is of the body, mind and intellect. So we have to, Gita, what is Gita doing? Gita is doing this. That is, we are in the substantive world. പുറമെ കാണുന്ന സംഗതികളും അത് കണ്ടിട്ട് അതുമായിട്ട് കണക്ട് ചെയ്ത് നടക്കുകയാണ് ഞാൻ. I forget the fact that I am existence എന്ന് പറയുന്ന ഒരു ആസ്പെക്ട് നമ്മൾ മറക്കുന്നു. അതെന്താണെന്ന് we will see it. അതിലേക്ക് നമ്മുടെ മനസ്സിനെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് ഗീത ചെയ്യുന്നത്. So that you are not perturbed by things that are happening to your body, mind and intellect. You will take it as only local things and things that are transient, so that you can actually take energy from the self and solve it. അപ്പോൾ ഈ സെൽഫിന്റെ experiences are lasting, permanent and sustainable, whereas the experiences of the BMI, body, mind and intellect, are fleeting, temporary and unsustainable. We'll see why it is called so. അതൊക്കെ ഞാൻ അടുത്ത ഇനി വരുന്നതിൽ പറഞ്ഞുതരാം. അപ്പൊ ഇവിടെ ഒരു സംഗതി, വേദാന്ത കോൺസെപ്റ്റ്, ജസ്റ്റ് ഒരു ഗ്ലിംസ്. ഈ ലാസ്റ്റിംഗ്, പെർമനന്റ് ആൻഡ് സസ്റ്റൈനബിൾ ആയിട്ടുള്ള സംഗതികളെ റിയൽ എന്ന് പറയുന്നു. ഫ്ലീറ്റിംഗ്, ടെമ്പററി ആൻഡ് അൺസസ്റ്റൈനബിൾ ആയിട്ടുള്ള സംഗതികളെ അൺറിയൽ എന്നുമാണ് വേദാന്തം പറയുന്നത്. വൈ റിയൽ ആൻഡ് അൺറിയൽ? അത് വളരെ ക്ലിയർ ആണ് നമ്മൾ. അപ്പൊ നമ്മൾ അല്ലെങ്കിൽ പറയും ഇതൊക്കെ ഈ ലോകം മുഴുവൻ മിഥ്യയാണ് എന്നൊക്കെ പറയുന്ന വേദാന്തത്തിന്റെ വാക്കുകൾ കേട്ടിട്ട് ആൾക്കാർ ചിലപ്പോൾ കളിയാക്കാറുണ്ട്. അങ്ങനെയൊക്കെ എന്താ, പക്ഷെ അതല്ല. ദാറ്റ് യു ഷുഡ് റിയലി അണ്ടർസ്റ്റാൻഡ് വാട്ട് ദ വേദാന്ത സേസ്. അതുകൊണ്ടാണ് ഇത് കണക്ട് ചെയ്യുന്നത്. അൺറിയൽ ആൻഡ് റിയൽ തിങ്സ്, സംതിങ് ദാറ്റ് എക്സിസ്റ്റ് ഇൻ ഓൾ 3 ടൈം ഫ്രെയിംസ് ഈസ് കോൾഡ് ആസ് റിയൽ. 3 ടൈം ഫ്രെയിമിൽ, പാസ്റ്റ്, ദ പ്രസന്റ് ആൻഡ് ദ ഫ്യൂച്ചർ. ഇപ്പൊ ഉണ്ട്, ഇന്നലെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ പണ്ടുണ്ടായിരുന്നു, നാളെ ഉണ്ടാവും, അല്ലെങ്കിൽ പിന്നെ എപ്പോഴും ഉണ്ടാവും എന്ന് പറയുന്ന 3 ടൈം ഫ്രെയിംസിലും ഉള്ള ഒരു സാധനത്തിനെ മാത്രമേ റിയൽ ആയിട്ട് കരുതുന്നുള്ളൂ. ഇഫ് ഇറ്റ് ഈസ് നോട്ട് പ്രസന്റ് ഇൻ എനി വൺ ഓഫ് ദോസ് ടൈം ഫ്രെയിംസ്, ഇറ്റ് ഈസ് കോൾഡ് ആസ് അൺറിയൽ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ Bhagavad-Gita is now going to declare that's the self attributive existence എന്ന് പറയുന്ന ആ പവർ, that power of consciousness that is inside us is always present, is never killed, can never be removed. It is eternal എന്നൊക്കെ പറഞ്ഞിരുന്നു. Whereas the body, mind and intellect awareness is temporary. ജനിച്ചു മരണം വരെയുള്ളൂ, അതിൻ്റെ ഇടയിൽ അത് പോകും എന്ന് മാത്രമല്ല. ഇൻഫാക്ട് BMI കോൺഷ്യസ്നസ് ഈസ് കിൽഡ് എവറി ഡേ. നമ്മൾ ഡീപ് സ്ലീപ്പിൽ പോകുമ്പോൾ therefore it is temporary and therefore it is not real. അതാണ് ഗീത പറയുന്നത്, അല്ലെങ്കിൽ വേദാന്തം പറയുന്നത്. അത്രേ മനസ്സിലാക്കണ്ടു. ഇനി അതെങ്ങനെ അപ്ലൈ ചെയ്യാം, that we will see. Now at least as a just to see this philosophy, we'll think about it and we'll connect it, wonder about it later. So real and the unreal. BMI is unreal, the self is real. BMI is unreal, self is real. Understand that. ഇനി വേറൊരു ആസ്പെക്ട്, ഇതൊക്കെ ഇപ്പൊ അടുത്ത ഈ ആദ്യത്തെ 10-15 ശ്ലോകത്തിൽ പറയുന്നതാണ്. അത് ഞാൻ ആദ്യം ഒരു സമ്മറി ആയിട്ട് തരുന്നു മാത്രം. ഇവിടെ വാട്ട് ഈസ് ഹാപ്പനിങ്, ദ ഒബ്ജക്ട്സ് ഓഫ് ദ വേൾഡ്. പുറമേന്ന് റൈറ്റ് സൈഡിൽ ഒബ്ജക്ട്സ് ഓഫ് ദ വേൾഡ് നമ്മൾ കാണുന്നു. എങ്ങനെ കാണുക, കേൾക്കുക, സ്മെല് ചെയ്യുക, അതൊക്കെ ചെയ്യുന്നുണ്ട്. ചെവി കൊണ്ടും നാക്കുകൊണ്ട് ടേസ്റ്റ് ചെയ്യുന്നു, കണ്ണുകൊണ്ട് കാണുന്നു, മൂക്കുകൊണ്ട് മണക്കുന്നു, ത്വക്ക് കൊണ്ട് ടച്ച് സെൻസേഷൻസ് ഉണ്ടായിട്ട് നമ്മൾ പുറമേയുള്ള ലോകവുമായിട്ട് നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്നു. പെർസെപ്ഷൻ സെന്റേഴ്സിലേക്ക് പോകുന്നു. ദ പവർ ഓഫ് സൗണ്ട്, ടേസ്റ്റ്, സൈറ്റ്, ടച്ച് ആൻഡ് സ്മെൽ. പഞ്ചേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും. പഞ്ചേന്ദ്രിയങ്ങൾ ഇവിടെ കണ്ണ്, മൂക്ക്, ചെവി, ത്വക്ക്, നാവ്. ആൻഡ് ദ ജ്ഞാനേന്ദ്രിയങ്ങൾ, സൗണ്ട്സ് ഓഫ് ദി പവർ ഓഫ് സൗണ്ട്, ടേസ്റ്റ്, സൈറ്റ്, ടച്ച് ആൻഡ് സ്മെൽ, ജ്ഞാനേന്ദ്രിയങ്ങൾ. അപ്പൊ സെൻസസിൽ നിന്ന്, സെൻസ് ഓർഗൻസിൽ നിന്ന് ജ്ഞാനേന്ദ്രിയങ്ങൾ കണക്റ്റഡ് ആവുന്നു. എന്നിട്ട് അത് മാത്രം മതിയോ? ഈവൻ ദാറ്റ് ഈസ് നോട്ട് ഇനഫ്. സംതിങ് ഇന്നർ എക്വിപ്മെന്റ് എന്ന് പറയുന്ന സാധനങ്ങളുണ്ട്. അതായത് മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം. മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം, 4 സംഗതികൾ. ഇമോഷണൽ മൈൻഡ്,
റാഷണൽ മൈൻഡ്. അതാണ് മനസ്സ്, ബുദ്ധി എന്ന് പറയുന്നത്. മനസ്സെന്ന് പറയുന്നത് ഇമോഷണൽ മൈൻഡിനെയാണ്, ബുദ്ധി എന്ന് പറയുന്നത് റാഷണൽ മൈൻഡാണ്. ആൻഡ് സെൽഫിഷ് ഓണർഷിപ്പ്, അതാണ് ഈഗോ, അഹങ്കാരം, ഐ, മൈൻ, എൻ്റെ, ഞാൻ എന്ന് പറയുന്ന ആ ഓണർഷിപ്പ് ടേക്കിംഗ് പ്രോസസ്. ആൻഡ് മെമ്മറി, ചിത്തം മെമ്മറി എന്ന് പറയാം. ഈ സംഗതികളുമായിട്ട് കണക്ട് ചെയ്യണം ജ്ഞാനേന്ദ്രിയങ്ങളെ. അപ്പോൾ മാത്രമേ നമുക്ക് എന്തെങ്കിലുമൊക്കെ അനുഭവിക്കാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ കാണില്ല, കേൾക്കില്ല, കണ്ടില്ല, ഒരു അനുഭവം ഉണ്ടാവില്ല. സോ ഇത് നമ്മൾ സാധാരണ എന്താ പറ്റുക, ഇതൊക്കെ കൂടി നമ്മൾ അനുഭവിച്ചിട്ട് ഞാനാണ് ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഇത് ഞാൻ എന്നുള്ളൊരു തെറ്റിദ്ധാരണ നമുക്ക് ഉണ്ടാവുന്നു. മനസ്സും ബുദ്ധിയും ശരീരവും ഞാൻ. ദ ഡുവർഷിപ്പ് ആൻഡ് ദ എൻജോയർഷിപ്പ് ആർ റോങ്ലി അസൈൻഡ് ടു ദ ലൈഫ് ഇൻ ദി എക്വിപ്മെന്റ്. ഈ എക്വിപ്മെന്റിൽ ഇൻസൈഡിലുള്ള ലൈഫ്, എൻ്റെ ജീവൻ, അതാണ് ഞാൻ ജീവൻ എന്ന് പറയുന്നത്. ഞാൻ ജീവനാണ് എന്നുള്ള ബോധത്തിൽ വീണ് കിടക്കുന്ന ഒരു, എന്നിട്ട് therefore ഇത് ഞാൻ, എൻ്റെ മനസ്സും ബുദ്ധിയും ശരീരവും ഒക്കെയാണ് ഞാൻ എന്നുള്ള ബോധം എനിക്ക് വരുമ്പോൾ എന്താ പറ്റുക, there is a subjective experience of pain and pleasure, sorrows and happiness, and conditions that are totally opposite to each other, likes and dislikes. അങ്ങനെയുള്ള അനുഭവങ്ങൾ നമുക്ക് ഉണ്ടാകുന്നു. ഡൈപോൾ ഓഫ് എക്സ്പീരിയൻസസ്. The contact of the senses with the objects of the world cause heat and cold, pleasure and pain, and they are subjective and changing. അല്ലെ, എപ്പോഴും മാറിക്കൊണ്ടിരിക്കുകയാണ്. നാക്ക്, ഫോർ എക്സാമ്പിൾ, ഒരു ലഡ്ഡു കഴിച്ചപ്പോൾ സന്തോഷം, നല്ല സ്വാദ്. 2, 3, 4ാമത്തെ ആവുമ്പോഴേക്കും എനിക്ക് ഒക്കാനം വന്നു തുടങ്ങി. 5, 6 ഒക്കെ കഴിയുമ്പോൾ ഛർദ്ദിക്കും ചിലപ്പോൾ. സോ ആദ്യത്തെ ലഡുവിന് സന്തോഷം തരാൻ പറ്റി, 4ാമത്തെ ലഡുവിന് സന്തോഷം തരാൻ പറ്റുന്നില്ല. So it is changing, it is fluctuating, it is not permanent, it changes. അതാണ് നമ്മളുടെ എക്സ്പീരിയൻസ്. അതുമതി. അപ്പോ ഇൻസ്റ്റെഡ്, അതിന് പകരം ഗീത എന്താണ് നമ്മളെ പഠിപ്പിച്ചു തരുന്നത്? ഇൻസ്റ്റെഡ് ഓഫ് കൺസിഡറിംഗ് ദിസ് ബോഡി മൈൻഡ് ഇന്റലക്ട് ജീവ ആസ് ദി എക്സ്പീരിയൻസർ, ഇൻസ്റ്റെഡ് ഓഫ് കൺസിഡറിംഗ് ദ ലൈഫ് ഫോഴ്സ് ഇൻസൈഡ് ആസ് ദി, നമ്മുടെ ലൈഫ് ഫോഴ്സ് ആണ് ഐ, അതായത് ദ സെൽഫ് ഇസ് ദി ഐ. യു മേക്ക് ദ മിസ്റ്റേക്ക് ഓഫ് ലൈഫ് പ്ലസ് എക്വിപ്മെന്റ് എന്ന് പറയുന്ന ജീവനാണ് ഞാൻ എന്നുള്ള തെറ്റിദ്ധാരണ ഉണ്ടാകുന്നു. അതിനെ ഞാൻ സ്മോൾ ഐ എന്ന് വിളിക്കാം. അപ്പൊ ക്യാപിറ്റൽ ഐ ദ സെൽഫ്, ദ സ്മോൾ ഐ ദ ജീവ. You forget the equipment is subjective and fleeting, and forget the eternal and the infinite I. ഞാൻ ആ ഇൻഫിനിറ്റ് ക്യാപിറ്റൽ ഐനെ മറക്കുന്നു. എന്നിട്ട് സ്മോൾ ഐ ആണ് ഞാൻ എന്ന് പറഞ്ഞ് ഞാൻ ഈ ജീവിതം മുഴുവൻ നടക്കുന്നു. അതുകൊണ്ടാണ് അർജുനന് പ്രശ്നം ഉണ്ടായത്. ഈ സ്മോൾ ഐ ആണ് ഞാൻ, എൻ്റെ മനസ്സ് ബുദ്ധി ശരീരം കാണുന്ന സാധനങ്ങളാണ്. അപ്പോൾ എൻ്റെ ബന്ധുക്കള്, എൻ്റെ ശത്രു, എൻ്റെ അമ്മാവൻ, എൻ്റെ കസിൻസ്, അവരെ കൊന്നു കഴിഞ്ഞാൽ ബ്ലഡ് ഉണ്ടാവുമ്പോൾ എനിക്ക് സങ്കടം വരും, അല്ലെങ്കിൽ ഞാൻ അവരെ കൊന്ന് ഇത് കഴിഞ്ഞാൽ എനിക്ക് സന്തോഷം കിട്ടില്ല എന്നൊക്കെ എൻ്റെ മനസ്സിന്റെയും ബുദ്ധിയുടെയും സന്തോഷങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നത്. He is forgetting the fact that there is a larger cause that is driven by the self, the capital I. അത് മറന്നു. അതുകൊണ്ടാണ് ഇവിടെ ആദ്യം അത് പറഞ്ഞു കൊടുക്കുന്നത്. So this is the summary of the power of the self. അപ്പോ കൃഷ്ണൻ അർജുനന്റെ അടുത്ത് ആദ്യം പറഞ്ഞു കൊടുത്തത് ബി സ്റ്റേബിൾ ഇൻ ദ നോളജ് ഓഫ് ദി എൻലിവനിങ് പവർ ഓഫ് ദ സെൽഫ്. നമ്മുടെ മനസ്സ് ബുദ്ധി ശരീരത്തിനും മനസ്സിനും ഒക്കെ ശക്തി കൊടുക്കുന്നതായിട്ടുള്ള സെൽഫ്, അതിന്റെ പെർമനൻസില് ആദ്യം അടിയുറച്ച് വിശ്വസിക്കണം എന്ന് ആദ്യം പറഞ്ഞു കൊടുക്കുകയാണ്. ഇതിന്റെ ഡീറ്റെയിൽസ് വിൽ സി മോർ ഇൻ കർമ്മം, ഭക്തി, ജ്ഞാനമാർഗം വരുമ്പോൾ, ജ്ഞാനയോഗത്തിൽ വരുമ്പോൾ ഇനി കൂടുതൽ ഇതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ കാണും. ഇത് ഫസ്റ്റ് പാർട്ട്. അതായത് ഫസ്റ്റ് തിങ് ദാറ്റ് യു ഹാവ് ടു ലേൺ ഈസ് യു ഹാവ് ടു ബി സ്റ്റേബിൾ ഇൻ ദ നോളജ് ഓഫ് ദ പവർ ഓഫ് ദ സെൽഫ്. എൻ്റെ ഉള്ളിലുള്ള ഈശ്വര ശക്തി, അതാണ് ഞാൻ എന്നുള്ള ബോധത്തിൽ ദൃഢമായിട്ടുള്ള വിശ്വാസം ആദ്യം ഉണ്ടാവണം. അല്ലാണ്ട് എൻ്റെ മനസ്സ്, എൻ്റെ ബുദ്ധി, എൻ്റെ ശരീരം എന്ന് പറയുന്ന ആ സാധനങ്ങളുടെ ഫിക്കിൾ നേച്ചർ അല്ല ഞാൻ. ഐ ആം ദ സെൽഫ് എന്നുള്ള ബോധം ആദ്യം ഉണ്ടാവൂ എന്ന് അർജുനന് പറഞ്ഞു കൊടുക്കുകയാണ് ശ്രീകൃഷ്ണൻ ചെയ്യുന്നത്. അപ്പോൾ ഇനി വേറൊരു ഒരു ആസ്പെക്ട്, പെർസ്പെക്റ്റീവ് കൂടെ ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് ദെൻ വി വിൽ കൺക്ലൂഡ്. നമുക്ക് സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പ്രാജ്ഞ എന്ന് പറഞ്ഞൊരു ടേം ഉണ്ട് സംസ്കൃതത്തിൽ, പ്രജ്ഞ. ഓക്കെ, അതിനെ ഇംഗ്ലീഷിൽ പറഞ്ഞ റൂട്ട് ഇന്റലിജൻസ് എന്ന് പറയാം. നമുക്ക് ദ റൂട്ട് ഓഫ് ഇന്റലിജൻസ്, പ്രജ്ഞയായിട്ട് കിടക്കുക എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, മലയാളത്തിലും പറയാറുണ്ട്. ബോധമില്ലാണ്ട് കിടക്കാന്ന് പറയുന്നതാണ്. ശരിക്കുള്ള ടേം പ്രജ്ഞയായിട്ട് കിടക്കാന്ന് തന്നെ പറയണം. പ്രജ്ഞ, അതാണ് റൂട്ട്, ദാറ്റ് വിച്ച് എനേബിൾസ് യു ടു തിങ്ക് ആൻഡ് ആക്ട് ത്രൂ ദ മൈൻഡ് ആൻഡ് ഇന്റലക്ട്. അപ്പൊ മനസ്സിനും ബുദ്ധിക്കും ശരീരത്തിനും ഒക്കെ ഉണർവും പ്രകാശവും നൽകുന്ന ശക്തി, പ്രജ്ഞ, ദ റൂട്ട് ഓഫ് ഇന്റലിജൻസ് ദാറ്റ് ഈസ് റൈറ്റ് ഇൻസൈഡ് us. Then ഇനി ആ റൂട്ട് ഓഫ് ഇന്റലിജൻസ് വെൻ ഇറ്റ് ഈസ് കണക്റ്റഡ് ടു സബ് കോൺഷ്യസ് മൈൻഡ്, അപ്പൊ അതിനെ തൈജസ എന്ന് പറയും. തൈജസ, the power of dreams and aspirations. The root intelligence now empowering the power of dreams and aspirations based on experiences, memories, passions and expectations.
giving you what is called as anticipation or non-anticipation. അത് എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽസ് പിന്നീട് കാണാം. ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ് ഒക്കെ തരുന്നു തൈജസ. ആൻഡ് there is also this root intelligence powering you to give you the experiences of the outside world, the universe of my experience of the physical outside world. The other one is dreams and aspirations of the inner world and the experiences of the outer world. Vishwam എന്നാണ് അതിന് പറയാം. വിശ്വ, created from projections, stimuli and necessities. അതിനനുസരിച്ചിട്ട് നമ്മൾ കണക്ട് ചെയ്യണം ഔട്ട്സൈഡ് വേൾഡ് ആയിട്ട്. And we create the world of, in the outside world, there also we have likes and dislikes. We have attainment, the happiness of attainment and non-attainment, sorrows of non-attainment, or enjoyment and non-enjoyment, etc. വരും നമുക്ക് ഇങ്ങനെ. ഇതിന് if you look at this, this knowledge എന്ന് പറയുന്ന സാധനം, it powers both these, dreams and aspirations as well as the experiences in the outside world. Knowledge അല്ലെ, നമുക്ക് നമ്മളുടെ നോളജാണ് നമ്മളുടെ ലെവൽ, നമ്മുടെ പുറമേയുള്ള ലോകത്തിനെ നമ്മൾ ഉണ്ടാക്കുന്നത്. എന്തുകൊണ്ടാണ്? നമ്മളുടെ ഇപ്പോഴത്തെ അറിവുകേടുകളും കൊണ്ടാണ് അല്ലെ. സോ ദെൻ ഇപ്പോഴുള്ള എൻ്റെ നോളജിന് അനുസരിച്ചിട്ടാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. അപ്പൊ എനിക്ക് നോളജ് കുറവാണെങ്കിൽ ഞാൻ വിഡ്ഢിത്തങ്ങൾ കാണിക്കും. സോ ദ നോളജ് ഇസ് പവറിങ് മൈ ഔട്ട്സൈഡ് വേൾഡ്, the actions in the outside world, as well as the knowledge is also powering you in your dreams. നമ്മുടെ ഡ്രീംസ്, നമ്മുടെ എക്സ്പീരിയൻസസ് ഒക്കെ കൊണ്ടിട്ടാണ് നമുക്ക് ഉണ്ടാവുന്നത്. അത് ഇനി ബ്ലിസ് എന്ന് പറയുന്ന ഒരു ആസ്പെക്ട് ഉണ്ട്. ഈ പ്രാജ്ഞ എന്ന് പറയുന്നത് നോളജ്, എക്സിസ്റ്റൻസ്, നോളജ് ആൻഡ് ബ്ലിസ് ആണ്. അപ്പൊ അത് ഐ വിൽ എക്സ്പ്ലെയിൻ ദാറ്റ്. അതിൽ ബ്ലിസ് ആസ്പെക്ട് ഈ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ്, ലൈക്സിനെ റിഫ്ലക്ട് ചെയ്ത് 3 വിധത്തിലാണ്. ബ്ലിസ് റിഫ്ലക്ട്സ് ഇൻ ദ ഡ്രീംസ് ആൻഡ് ആസ്പിറേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ പ്രിയ എന്നാ പറയാ, അവിടെ കിട്ടുന്ന സന്തോഷം. ബ്ലിസ് നമ്മുടെ ഫിസിക്കൽ വേൾഡിൽ വരുമ്പോൾ 2 വിധത്തിലാവാം, മോദ അല്ലെങ്കിൽ പ്രമോദ. 3 അങ്ങനെ 3. അതായത് എക്സാമ്പിൾ, സിമ്പിൾ എക്സാമ്പിൾ പറയാം. നമുക്ക് ഒരു സാധനം കിട്ടാൻ പോകുന്നതിന് മുമ്പ്, ഞാനിപ്പോ നിങ്ങളുടെ അടുത്ത് പറയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഞാനൊരു ഐസ്ക്രീം തരാം എന്ന് പറഞ്ഞു എന്ന് വിചാരിക്കാം. അപ്പോ ഐസ്ക്രീം ഇഷ്ടമുള്ളവരാണെന്ന് ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ടാണ് പറയുന്നത്. ഈ ഐസ്ക്രീം എനിക്ക് കിട്ടും എന്നുള്ള ഒരു ആന്റിസിപ്പേഷൻ കാരണം ഉണ്ടാകുന്ന ഒരു സന്തോഷമില്ലേ മനസ്സിൽ? ഉണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവില്ലേ? നമ്മുടെ കുട്ടികളുടെ അല്ലെ അടുത്ത് മുതിർന്നവർക്കും ഒക്കെ ഉണ്ട്. ഐസ്ക്രീം 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 കിട്ടാൻ പോണു ഇൻ ആന്റിസിപ്പേഷൻ. ദാറ്റ് ഈസ് ഐ എം ഹാപ്പി അബൌട്ട് മൈ ഡ്രീംസ് ആൻഡ് ആസ്പിറേഷൻസ് അല്ലെ. സ്വപ്നം കാണുകയാണ് ഈ ഐസ്ക്രീം എൻ്റെ ആയിന്ന് ഒരു സന്തോഷം. അതിനെ പ്രിയം എന്ന് പറയുന്നു. അപ്പൊ അത് എൻ്റെ പ്രാജ്ഞ എന്ന് പറയുന്ന എൻ്റെ കോൺഷ്യസ് ഫണ്ടമെന്റൽ റൂട്ട് ഓഫ് കോൺഷ്യസ്നസ്, അത് എനിക്ക് തരുന്ന സന്തോഷം, ആ ബ്ലിസ് എന്ന് പറയുന്ന ആസ്പെക്റ്റിനെ റിഫ്ലക്ട് ചെയ്യുകയാണ്. ഇപ്പൊ നമ്മളൊരു ടോർച്ച് എടുത്തിട്ട് ഒരു മിററിൽ അടിച്ചു കഴിഞ്ഞാൽ ചുമരിൽ അതിന്റെ റിഫ്ലക്ഷൻ വരില്ലേ? അതുമാതിരി ബ്ലിസ് എന്ന് പറയുന്ന വെളിച്ചം എൻ്റെ മനസ്സിന്റെ സബ് കോൺഷ്യസ് മൈൻഡിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ എൻ്റെ ഈ മനസ്സിന്റെ ഉള്ളിൽ അടിക്കുമ്പോൾ ആ മനസ്സിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സന്തോഷമാണ് ഈ പറയുന്ന പ്രിയം എന്ന് പറയുന്നത്. ബ്ലിസ് എന്ന പേര് മാറിയപ്പോൾ അതിന് പ്രിയം എന്നായി. അതായത് ആനന്ദം, സച്ച് ചിത്ത് ആനന്ദ, ആനന്ദം എന്നുള്ള വാക്കാണ് സംസ്കൃതത്തില്. അതാണ് ഹയസ്റ്റ് ഫോം ഓഫ് ബ്ലിസ്. അതിന് പ്രിയം എന്ന് പറയുന്ന ലെവലിലേക്ക് കുറഞ്ഞു വരികയാണ് റിഫ്ലക്ട് ചെയ്ത് വരുമ്പോൾ ഈ ആന്റിസിപ്പേഷൻ, ഹാപ്പിനെസ്. ഇനി ഫിസിക്കൽ വേൾഡിൽ എനിക്ക് സാധനം കൈ കിട്ടിക്കഴിയുമ്പോഴോ ആ പ്രിയം എന്ന് പറയുന്ന സാധനം പതുക്കെ മാറി ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഹാപ്പിനെസ്, അതിനെ മോദം എന്നാണ് പറയുന്നത്. മോദം അതായത് എൻ്റെ കയ്യിൽ ഐസ്ക്രീം കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ കിട്ടുന്നതിന് മുമ്പുള്ള സന്തോഷമല്ല ഇപ്പൊ. ഇറ്റ് ഇസ് എ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഹാപ്പിനെസ് ദാറ്റ് ഐ ആം ആക്ച്വലി എൻജോയിങ് നൗ വെൻ ദ ഐസ്ക്രീം ഈസ് ഇൻ മൈ ഹാൻഡ്സ്. അതാണ് മോദം എന്ന് പറയുന്നത്. ഇനി അതും പോയി, അതും കഴിഞ്ഞ് ഞാൻ അതിനെ കഴിക്കാൻ തുടങ്ങുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമില്ല എനിക്ക്, ഒരു എക്സ്പീരിയൻസ്, അതിനെയാണ് പ്രമോദം എന്ന് പറയുന്നത്. അപ്പൊ ഈ ബ്ലിസ് എന്ന് പറയുന്ന ആനന്ദം, ഈ പ്രാജ്ഞ അല്ലെങ്കിൽ റൂട്ട് ഇന്റലിജൻസിന്റെ ബ്ലിസ് ആസ്പെക്ട് ഈസ് ആക്ച്വലി എക്സിബിറ്റിംഗ് ആസ് പ്രിയ in the aspiration mode, moda and pramoda in the physical world of experiences when I get it and experience it. The happiness of anticipation, the happiness of attainment, and the happiness of enjoying it, enjoyment. അങ്ങനെ 3 വിധത്തിലാണ് സന്തോഷം നമുക്ക് പ്രകടിപ്പിക്കാൻ പറ്റുക. അതായത് സച്ചിദാനന്ദ സ്വരൂപം, ഈശ്വരൻ, ബ്ലിസ്, നമ്മള് ബ്രഹ്മൻ എന്ന് പറഞ്ഞാൽ സത് ചിത് ആനന്ദം എന്നാണ് നമ്മുടെ ഫിലോസഫി പറയുന്നത്. അപ്പൊ സച്ചിദാനന്ദം എൻ്റെ ഉള്ളിൽ ഇരിക്കുന്നുണ്ട്. അതായത് ഐ ഹാവ് ദി ഹയസ്റ്റ് ഫോം ഓഫ് ഹാപ്പിനെസ്, ദാറ്റ് ഈസ് മീ. ദിസ് ഹയസ്റ്റ് ഫോം ഓഫ് ബ്രഹ്മൻ, ഐ ആം ബ്രഹ്മൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഐ ആം എക്സിസ്റ്റൻസ്, ഐ ആം ദ ഫുൾ നോളജ് ആൻഡ് ഐ ആം ഹാപ്പിനെസ്.
ആ ഹാപ്പിനെസ് പക്ഷേ എൻ്റെ മനസ്സ് ബുദ്ധി ശരീരത്തിന്റെ ഉള്ളിൽ ചുമരിൽ ടോർച്ചടിച്ച് അല്ലെങ്കിൽ മിററിൽ ടോർച്ചടിച്ച് റിഫ്ലക്ട് ചെയ്യുന്ന മാതിരി ആ ബ്ലിസ് എൻ്റെ മനസ്സ് ബുദ്ധി ശരീരത്തിൽ അടിച്ച് റിഫ്ലക്ട് ചെയ്ത് വരുമ്പോൾ 3 വിധത്തിലാണ് വരുന്നത്. ഇൻ ദ വേൾഡ് ഓഫ് പ്രിയ, മോദ ആൻഡ് പ്രമോദ എന്ന് പറയുന്ന 3 ടൈപ്പ്. ഇതിൽ 3ഉം പ്രിയവും മോദവും പ്രമോദവും ആനന്ദവുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ഈസ് എ ലോവർ ഫോം, ബട്ട് ഇറ്റ് ഈസ് ദ സെയിം സ്പാർക്ക്. ഇത് തന്നെ, പക്ഷേ ഇത് കിട്ടാണ്ടാവുമ്പോഴോ ഈ പ്രിയം നേരെ അതിന്റെ ഡൈപോളിലേക്ക് പോകും. അപ്രിയം, മോദവും ആമോദവും പ്രമോദം എന്നൊക്കെ പറയുന്ന സാധനങ്ങളൊക്കെ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് മാറും. അതാണ് ലൈക്സ് ആൻഡ് ഡിസ്, 2 എക്സ്ട്രീം എൻഡുകൾ ഡൈപോളാണ്. കാരണം മനസ്സിനും ബുദ്ധിക്കും ശരീരത്തിനും ഒക്കെ കിട്ടാത്ത സംഗതികൾ വരുമ്പോൾ ദേഷ്യം വരും, സന്തോഷം, സങ്കടം വരും, എല്ലാം വരും. ഓപ്പോസിറ്റ് സൈഡ് വരും. അത് ഓപ്പോസിറ്റ് സൈഡാണ്. ദാറ്റ് ഈസ് നോട്ട് ട്രൂ നേച്ചർ. ഹാപ്പിനെസിന്റെ തന്നെ ഓപ്പോസിറ്റ് സൈഡാണ് അതൊക്കെ. സോ നമുക്ക് ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സും നോൺ അറ്റൈൻമെന്റിന്റെ സങ്കടങ്ങളും നോൺ എൻജോയ്മെന്റിന്റെ ദേഷ്യവും ആങ്കറും ഒക്കെ ഉണ്ടാവും നമുക്ക്. ഓൾ ദോസ് തിങ്സ് അതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ കിട്ടും. അപ്പൊ നമ്മൾ വി ഗെറ്റ് hooked up into these 2 dichotomies, the extreme ends of these dichotomies. അതാണ് ഇതിന്. ഇനി ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ വാട്ട് ഈസ് ദിസ്, ഈ കോൺഷ്യസ്, നമ്മൾ ഇംഗ്ലീഷിൽ കോൺഷ്യസ്നെസ് എന്ന് എപ്പോഴും ഉപയോഗിക്കുന്ന വാക്ക്, ആക്ച്വലി അത് കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന വാക്ക് ഇറ്റ് ഈസ് ആക്ച്വലി റെപ്രസെന്റേറ്റീവ് ഓഫ് 3 ആസ്പെക്ട്സ്. ഇതൊക്കെയാണ് അത്. പ്രാജ്ഞ, ദ റൂട്ട് ഇന്റലിജൻസ്; തൈജസ, ദ പവർ ഓഫ് ഡ്രീംസ് ആൻഡ് ആസ്പിറേഷൻസ്; ആൻഡ് വിശ്വ, ദ യൂണിവേഴ്സ് ഓഫ് എക്സ്പീരിയൻസസ്. നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോൾ ഇറ്റ് ഈസ് തൈജസ, ഡീപ് സ്ലീപ്പിൽ, and or in swapnavasthayil, and in deep sleep it is prajna. In deep sleep it is prajna because it is not connected in the outside world or to your memories. So the prajna is available to you in the deep sleep state. Tejasa is available to you in the swapna dream state, and vishwa is available to you in the waking state. അപ്പോ ഏറ്റവും കൂടുതൽ സന്തോഷം എപ്പോഴുണ്ടാവുന്ന പ്രാജ്ഞയിലാണ് ഉണ്ടാവുന്നത്, ഡീപ് സ്ലീപ്പ് സ്റ്റേറ്റിലാണ് ഉണ്ടാവുന്നത്. ആൻഡ് വൺ തിങ് അബൌട്ട് പ്രാജ്ഞ സ്റ്റേറ്റ് ഈസ് ദാറ്റ് ആസ് യു ആർ എൻജോയിങ് ദാറ്റ് ഹാപ്പിനെസ്, ആ പ്രാജ്ഞയിൽ കടന്ന് ഉറങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് ആ സന്തോഷം അനുഭവിക്കാൻ പറ്റില്ല. കാരണം നമുക്ക് സന്തോഷം അനുഭവിക്കണമെങ്കിൽ മനസ്സും ബുദ്ധിയും ശരീരവും വേണം. അത് ഉണർന്നു വരുമ്പോൾ മാത്രമേ കിട്ടുന്നുള്ളൂ. അതുകൊണ്ടാണ് ഉണർന്ന് നീറ്റ് ചെയ്യുമ്പോൾ പറയുന്നത്, ഇന്ന് ഞാൻ നല്ല സുഖമായിട്ട് ഉറങ്ങി, ഐ ആം ഫീലിംഗ് സോ റിഫ്രഷ്ഡ് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. ഇറ്റ് ഈസ് ബിക്കോസ് in the deep sleep you connected with this prajna, the absolute bliss, and when you woke up it got attenuated, reduced as priyamoda or pramoda. appo namakade സന്തോഷമായി, സന്തോഷം, നല്ല സുഖം ഉണ്ടെന്നൊക്കെ പറയും. പക്ഷെ കൂടുതലായി കഴിഞ്ഞാൽ അത് പ്രശ്നം ഉണ്ടാക്കും. മെറ്റീരിയൽ അത് മെറ്റീരിയൽ പ്രോപ്പർട്ടീസ് ആണ്. ഈ സന്തോഷത്തിന് കുറവൊന്നുമില്ല, പക്ഷെ കുറഞ്ഞു വരുന്നത് മെറ്റീരിയൽ പ്രോപ്പർട്ടിയാണ്. ജസ്റ്റ് ലൈക്ക് the electricity that passes through a 40-watt bulb will produce only 40 watts of energy and therefore the consequent light, and a 100-watt bulb will produce more light. Why? It is not because of electricity's problem. It is the problem of the bulb, the quality of the bulb. Advadri, the quality of the body, mind and intellect decides how much of that ananda can tap, or whether that ananda will become something else, opposite also. Other body, mind and intellect property. This is what Krishna was teaching Arjuna during the first 10-15 slokas. So അതാണ് നമ്മുടെ ഈ സെൽഫിന്റെ ഇത്. സോ ദിസ് പ്രാജ്ഞ ഈസ് നത്തിങ് ബട്ട് ദാറ്റ് റിഫ്ലക്ഷൻ ഓഫ് ദാറ്റ് സെൽഫ്. അപ്പോൾ ഇനി നമുക്ക് വിൽ ജസ്റ്റ് ഗോ ത്രൂ ദാറ്റ്. ഇപ്പൊ ഇത്രയും നേരം പറഞ്ഞ എന്താണെന്നുള്ളത് കൃഷ്ണൻ അവിടെ പറഞ്ഞ ആ വാക്കുകൾ ഞാൻ ജസ്റ്റ് ഐ വിൽ റീഡ് ഇറ്റ് ഔട്ട് ആൻഡ് ഇറ്റ് ഷുഡ് ബി സെൽഫ് എവിഡന്റ് നൗ. ശ്രീകൃഷ്ണ സ്റ്റാർട്ട്സ് ഹിസ് ഡിസ്കോഴ്സ് വിത്ത് എ ക്ലിയർ അനലിറ്റിക്കൽ റീസണിംഗ് of why you should not be grieved for things and beings for which you should not be grieved. So chan, സങ്കടപ്പെടാൻ യാതൊരു കാരണവുമില്ലാത്ത സങ്കടങ്ങളുമായി സംഭവങ്ങളുമായി നീ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്നു, എന്തൊരു വിഡ്ഢിയാണ് നീ എന്ന് പറഞ്ഞ് തുടങ്ങണം. കാരണം നീ ഹാപ്പിനെസ് ആണ്, അല്ലെങ്കിൽ യു ആർ ദ ഇൻഫിനിറ്റ് സെൽഫ്, യു ആർ നോട്ട് ലിമിറ്റഡ്, ബട്ട് യു തിങ്ക് ദാറ്റ് യു ആർ ദ ബോഡി, മൈൻഡ് ആൻഡ് ഇന്റലക്ട് ആൻഡ് therefore you are limited. So don't worry about these things. All the other people, they are all nothing but the self. എല്ലാവരും ഒന്ന് തന്നെയാണ്, പക്ഷെ പല ശരീരങ്ങളിലൂടെ കാണുന്നു എന്ന് മാത്രമേ. The self enlivening everyone was never not there at any time. അവരൊരിക്കലും ഇല്ലാണ്ടിരുന്നിട്ടില്ല. Nor will they cease to exist hereafter. ഇതിനു ശേഷം അവർ മരിക്കാനും പോകുന്നില്ല, ആ സെൽഫ് മരിക്കാൻ പോകുന്നില്ല. The nature of the pure self, അതാണ് ബ്രഹ്മൻ, as being eternal and infinite is described initially. അപ്പൊ അങ്ങനെയാണ് അത് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ so therefore what we are talking about is self is shaping the BMI equipment. That is the Gita-Intelligence. ഈ പറയുന്ന ആദ്യത്തെ 11, 12, 13, 14, 15 ശ്ലോകങ്ങളിൽ നിന്ന്
ശ്രീകൃഷ്ണൻ പറഞ്ഞു തന്നത്. അതിലാണ് ഇപ്പൊ ഈ ഡൈപോൾ മെക്കാനിസം ഒക്കെയാണ് അതിൽ പറഞ്ഞിരുന്നത്. സെൽഫ് ഈസ് ഷേപ്പിംഗ് ദ ബോഡി മൈൻഡ് ആൻഡ് എക്വിപ്മെന്റ്. ബോഡി മൈൻഡ് എക്വിപ്മെന്റിനെ നമുക്ക് ഷേപ്പ് ചെയ്ത് തരുന്നത് സെൽഫാണ്. The self powering you is all powerful. That is what Krishna is teaching us. Self is the power of knowledge. Self is everything. Self is eternal. അതാണ് അടുത്ത ശ്ലോകങ്ങളിൽ. അപ്പൊ അതിൽ ആ ഒരു ശ്ലോകം 16 പറയുകയാണ് ഒരു സ്റ്റേറ്റ്മെന്റ്. അത് ഇപ്പൊ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ എക്സ്പ്ലനേഷനുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ യു വിൽ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ദ അൺറിയൽ ഹാസ് നോ ബീയിങ്. അൺറിയൽ എന്ന് പറഞ്ഞാൽ എന്താ? റിയൽ ആൻഡ് അൺറിയൽ പറഞ്ഞില്ലേ? ദാറ്റ് വിച്ച് എക്സിസ്റ്റ് ഓൺലി ഇൻ ഓൾ ത്രീ ടൈം ഫ്രെയിംസ് ഈസ് ഓൺലി അതേഴ്സ് ആർ അൺറിയൽ. അപ്പൊ ഞാൻ physical, am I real? No, I'm not real because I was not there few 100 years back. I will not be here a few years, 100 years from now or whatever. I'm only there now, so I am not real. It is something fleeting. So the unreal has no being. So I cannot say I am this physical BMI is a being. No, what is being is the self inside me. And similarly, the other corollary of it, there is no non-being of the real. Real ആയിട്ടുള്ള സംഗതിക്ക് എക്സിസ്റ്റൻസ് ഇല്ലാണ്ടിരിക്കാനും പോകുന്നില്ല. അൺറിയൽ ആയിട്ടുള്ള സാധനത്തിന് പെർമനന്റ് എക്സിസ്റ്റൻസ് ഇല്ല. റിയൽ ആയിട്ടുള്ള ഒരു സാധനത്തിന് ഡിസ്ട്രക്ഷനും ഇല്ല. അതായത് നോൺ എക്സിസ്റ്റൻസ് ഉണ്ടാവാനും വഴിയില്ല. അതാണ് തിയറം. ദാറ്റ് ഇസ് തിയറം 16th ശ്ലോക. ദിസ് ആക്ച്വലി ക്യാൻ ബി ടേക്കൺ ആസ് വൺ ഓഫ് ദ എന്താ പറയുക ഹൈ പോയിന്റ്സ് ഓഫ് നോളജ് ഫ്രം ഭഗവത്ഗീത. നോളജ് ജ്ഞാനയോഗത്തിന്റെ ഹയസ്റ്റ് പോയിന്റ് ആയിട്ട് ഇതിനെ എടുക്കാം നമുക്ക്. 216 ആൻഡ് ഇറ്റ് ഈസ് എ തിയറം വിത്ത് എ കൊറോളറി പോലെ ഉള്ള കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു തിയറം സ്റ്റേറ്റ്മെന്റ് ആണ്. The unreal has no being and there is no non-being of the real. Those who realize this infinitude and eternity of the inner self, നാശമില്ലാത്തതും യാതൊരുവിധ ബൗണ്ടറികളും ഇല്ലാത്തതുമായിട്ടുള്ള ആ ശക്തി എൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്നുള്ള തത്വം എപ്പോൾ ആര് മനസ്സിലാക്കുന്നുവോ, he perfectly understands the truth. എല്ലാ സത്യങ്ങളും അയാൾ മനസ്സിലാക്കി കഴിഞ്ഞു എന്ന് പറയാണ് അർജുനന്റെ അടുത്ത് കൃഷ്ണൻ 216. So Gita-Intelligence, your fears, your lack of confidence, your doubts, your insecurities, ഇതൊക്കെ ആരുടെയാണ്? Are all properties of the intellect, mind and the body. It is not that of the self. These properties are changeable. അതുകൊണ്ട് ഇത് ചേഞ്ച് ചെയ്യാൻ പറ്റും. It is a changing, fluctuating thing. അപ്പൊ ഇപ്പൊ ഇന്ന് സങ്കടമാണെങ്കിൽ നാളെ സന്തോഷമാക്കി മാറ്റാം. ഇന്ന് ഫെയിലിയർ ആണെങ്കിൽ നാളെ സക്സസ്ഫുൾ ആക്കി മാറ്റാൻ പറ്റും. ഇന്ന് പവർലെസ് ആണെങ്കിൽ നാളെ പവർഫുൾ ആവാൻ പറ്റും. It is possible because it is of the body, mind and intellect and it can be changed. They were not here yesterday. സങ്കടം ഇന്ന് സങ്കടത്തിലാണ്. ഇന്നലെ ഉണ്ടായിരുന്നു സങ്കടം. ഇന്നലെ സന്തോഷമായിരുന്നില്ലേ? ഇന്ന് സങ്കടമാണ്. നാളെയോ? നാളെ അപ്പൊ സന്തോഷമാക്കി മാറ്റാൻ പറ്റും. Is there today, can be thrown out tomorrow. Change, it is all changing things. Realize your knowledge. അതേപോലെ realize your knowledge deficits. ഇന്ന് എനിക്കറിയില്ല, ഒരു സാധനം ചെയ്യാൻ അറിയില്ല. That doesn't mean that you are permanently going to be stuck in what you call ignorance. No, you can learn. You can gather knowledge. So first, for that, you should understand that you have a knowledge deficit. So realize your knowledge deficit. Grab the opportunities to learn. Make changes and expand. അതാണ് ഇതിൽ നിന്നും പഠിക്കേണ്ടത്. ഈ ഒരു ശ്ലോകത്തിൽ the unreal has no being. There is no non-being of the real. Those who realize this infinitude and eternity of the inner self perfectly understand this truth. എന്ന് പറഞ്ഞാൽ എനിക്ക് സക്സസ്ഫുൾ ആയിട്ട് മുകളിലേക്ക് ഉയർന്നു പോവാനായിട്ടുള്ള സകല വിധത്തിലുള്ള സീഡും ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്, ഈ ജ്ഞാനത്തിലുണ്ട്. കാരണം my body, mind and intellect and the properties thereof, എൻ്റെ മനസ്സിന്റെയും ബുദ്ധിയുടെയും ശരീരത്തിന്റെയും ശക്തികളും കഴിവുകളും അറിവുകളും ഒക്കെ ഇന്നത്തെ സ്റ്റേറ്റിൽ ഉള്ള സംഗതികൾ പെർമനന്റ് അല്ല. യു ക്യാൻ ഇൻക്രീസ് ഇറ്റ്, യു ക്യാൻ ഡിക്രീസ് ഇറ്റ് ഓൾസോ, ഉഴപ്പി നടന്നു കഴിഞ്ഞാൽ. So understand that, and if you understand that, you have all the power for to change, to make changes in your life. പിന്നത്തെ 17, 18, 19, 20, 21, 22 ഈ ശ്ലോകങ്ങളിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സെൽഫ് സമ്മറി. ഇതൊക്കെ സമ്മറിയാണ്. സെൽഫ് ഈസ് ഇംപെറിഷബിൾ, നാശമില്ല. സെൽഫ് ഈസ് നോൺ ഡീക്കേയിങ്, അത് മരണമില്ല, ചേഞ്ച് വരുന്ന, വയസ്സാവുന്നില്ല, ചെറുതാവുന്നില്ല. സെൽഫ് പ്രായം കൂടി ബാല്യത്തിൽ നിന്ന് മധ്യവയസ്സിലേക്കും അതിൽ നിന്ന് വയസ്സ് ആയിട്ടുള്ള ഒരു കണ്ടീഷനിലേക്കും മരണത്തിലേക്കും ഒന്നും പോകുന്നില്ല. സെൽഫ് ഈസ് ഇൻഫിനിറ്റ് because self is infinite. It is everywhere. It cannot go anywhere. It cannot move from here to here. Something that is infinite cannot be moved from one place to another place. So you are the self and you cannot. You are full everywhere. Then the next few slokas
സെൽഫ് ഇസ് അൺഡിവൈഡഡ്. സെൽഫിനെ വെട്ടിമുറിക്കാൻ പറ്റില്ല, കാരണം സെൽഫ് ഇസ് ഇൻഫിനിറ്റ്. എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ഒരു സാധനത്തിന് നമുക്ക് വെട്ടിമുറിച്ചെടുക്കാൻ പറ്റുമോ? പറ്റില്ല. ഇറ്റ് ഈസ് അൺഡിവൈഡഡ്. ഇറ്റ് ഈസ് അൺമാനിഫെസ്റ്റ്. ഈ സെൽഫിനെ നമുക്ക് കാണാൻ പറ്റില്ല, കാരണം എല്ലായിടത്തും ഉണ്ട്. കാണണമെങ്കിൽ നമുക്ക് അതിന്റെ സ്പാർക്കുകളായിട്ട് നമ്മുടെ ഒരു ശരീരത്തിന്റെ ഉള്ളിൽ കടന്നു പോകുമ്പോൾ നമുക്ക് ഓരോ വ്യക്തികളായിട്ട് കാണാൻ സാധിക്കുന്നു. ദാറ്റ് ഇസ് ഓൾ. ഇറ്റ് ഈസ് അൺമാനിഫെസ്റ്റ്, കാണാൻ സാധിക്കാത്തതായിട്ടുള്ള സംഗതിയാണ്. ഇറ്റ് ഈസ് യൂണിവേഴ്സൽ. എല്ലാം ഇൻഫിനിറ്റ് ആണെങ്കിൽ ഈ യൂണിവേഴ്സിൽ മുഴുവനുണ്ടത്. ഇറ്റ് ഈസ് പ്രപഞ്ചം മുഴുവൻ എന്ന് അറിഞ്ഞു നിൽക്കുന്നു ഞാൻ. ഐ ആം ദ സബ്സ്ട്രേറ്റം. എല്ലാത്തിലും ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോഴും എന്നെ സെൽഫാണ് എനിക്ക് ബോധം ഉണ്ടാക്കി തന്നത്. ഞാൻ സ്വപ്നാവസ്ഥയിൽ ഇരിക്കുമ്പോഴും എനിക്ക് സെൽഫാണ് എനിക്ക് ബോധം തന്നത് അതിനെ പറ്റിയിട്ട്. ഞാൻ ഇന്ന് ഉണർന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോഴും എന്റെ സെൽഫാണ് എന്നെ പവർ ചെയ്യുന്നത്. Therefore self is the prop, the substratum, the basis for everything that I do, think and act. And self is inexplicable. It is very difficult to define what self is. അതുകൊണ്ടാണ് ഒരു ഭഗവത്ഗീത മുഴുവൻ ശ്രീകൃഷ്ണൻ എഴുതേണ്ടി വന്നത്, അല്ലെങ്കിൽ ശ്രീകൃഷ്ണൻ വേദവ്യാസന് എഴുതേണ്ടി വന്നത്, ശ്രീകൃഷ്ണന് പറഞ്ഞു കൊടുക്കേണ്ടി വന്നത് അർജുനന്റെ അടുത്ത്. കാരണം ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു എക്സ്പ്ലെയിൻ സെൽഫ്. ആൻഡ് എക്സ്പ്ലെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കുറെ വാക്കുകൾ പറഞ്ഞ് ഇൻഎക്സ്പ്ലിക്കബിൾ, അൺഡിവൈഡഡ്, അൺമാനിഫെസ്റ്റ്, യൂണിവേഴ്സൽ ആൻഡ് എക്സ്റ്റേണൽ എന്ന് പറഞ്ഞാൽ എക്സ്പ്ലെയിൻ ചെയ്തു എന്നാണ്. അല്ല, നോ, you have to understand that. You have to connect with that. Not only understand, but you have to connect with that and then behave accordingly. അപ്പോഴേ നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നുള്ളൂ. അതാണ്, that is why it is said that it is inexplicable and it is eternal. It is never, it was there always and it will be there always. It is, there is no beginning and there is no end. So it is eternal. ഇതാണ് ഈ 30 ശ്ലോകങ്ങളുടെ സമ്മറി. ആ 30 ശ്ലോകങ്ങളുടെ സമ്മറിയും അതിന്റെ കോൺസെപ്ച്വൽ ബാക്ക്ഗ്രൗണ്ടുമാണ് ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്തത്. സോ ദെയർഫോർ ഇഫ് യു ലുക്ക് അറ്റ് ഇറ്റ് അറ്റ് ദിസ് പോയിന്റ് ഇൻ ടൈം, 11 മുതൽ 30 വരെയുള്ള ശ്ലോകങ്ങൾ നോളജ് ഓഫ് ദ സെൽഫ് ഹാസ് ബീൻ കവേർഡ്. ഇനി അടുത്ത 3 പാർട്ടുകളാണ് 31 മുതൽ 60 വരെ കർമ്മയോഗത്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പൊ അതിന്റെ സ്ട്രാറ്റജീസ്, അതിന്റെ സമ്മറി. ആൻഡ് ദെൻ 61 മുതൽ 70 വരെയുള്ള 10 ശ്ലോകങ്ങളിലെ ഭക്തിയുടെ സ്ട്രാറ്റജീസും, പിന്നെ 71 മുതൽ 72 വരെ സ്റ്റേറ്റ് ഓഫ് ഫ്ലോ എന്ന് പറയുന്ന the result of being, practicing all this, that is being told. ഇത് അതോടുകൂടി that summary will be over and then we will start from 3rd chapter onwards. അതിന്റെ സമ്മറിയും അതിന്റെ സ്ട്രക്ചറൊക്കെ ഞാൻ പിന്നീട് സംസാരിക്കാം. So we will continue with this in the next Saturday, next week. I will stop now and if you have any questions you can we can discuss. Thank you. സതീജി. യെസ് മായ. സതീജിയുടെ ഇന്നത്തെ എനർജി ലെവൽ കണ്ടിട്ട് ഞങ്ങള് നമിക്കുന്നു. സ്റ്റേറ്റ് ഓഫ് ഫ്ലോ എന്നൊക്കെ പറയുന്നത് ഇതാണെന്ന് മനസ്സിലായി. ഇന്ന് ബർത്ത്ഡേ ആയതുകൊണ്ടാ, പിറന്നാൾ ആയതുകൊണ്ടാ ഈ എനർജി. ഹാപ്പി ബർത്ത്ഡേ. ഇത് ഈ സീക്രട്ടുകളൊക്കെ എന്തിനാ പുറത്തു വിടണേ ഇങ്ങനെ? വൈകിട്ട് പറയാനിരുന്ന. Satish ji, wish you a very happy birthday. Namaste, namaste Varmaji. Thank you so much. വളരെ വളരെ നന്നായിരുന്നു. എനിക്ക് പുതിയ പല അറിവുകളും കിട്ടി. അതിലൊരു കാര്യം പറയേണ്ടത്, ഈ പ്രിയം, മോദം, പ്രമോദം, അതിനെ പറ്റിയുള്ള അറിവ് എനിക്ക് പുതിയതാണ്. ഇതൊക്കെ എനിക്ക് അറിയാൻ വയ്യാത്തൊരു കാര്യമായിരുന്നു. വെരി മച്ച്. മറ്റു പലതിലും തന്നെ വളരെ ഡീറ്റെയിൽഡ് ആൻഡ് വെരി ഗുഡ്. 2 കാര്യങ്ങൾ എനിക്ക് ചെറിയൊരു എന്താ പറയണ്ടേ, അഭിപ്രായ വ്യത്യാസമുണ്ട്. 2 പോയിന്റ്. I hope it is fine. So the first point is this: whether in Arjuna's whole speech in chapter 1st and also in chapter 2nd, whether he is exhibiting any selfish desire. I think in fact he is not at all doing any selfish desire. And also, that is one point perhaps you may kindly note. Well, I could not see it there. Second point is that this chapter 2 from 31 to 60 verses, they are considered to be karma yoga. Of course, you just started only, you didn't explain. That is the next day it will be knowledge of the self. So importance of selfless work. Importance of selfless work.
Correct. So, but actually Gita in 39, chapter 2, 39 shloka is telling that till now I have told you the wisdom of Sankhya. Now Yep. I will tell you the wisdom of yoga. So there only the karma yoga starts. Of course, there Correct. are people said from 31 that Swadharmam Abhi Chaveksha. Only that's a view is different. I find that, think that Sankhya is analytical. Correct. And Yes. it will come under analytical. And the Yes. yoga is integrating. So there Right. from 39 it starts. It's a difference of opinion only. Thank you. Yeah, I totally agree with the second point. ആദ്യം എന്താന്ന് വെച്ചാൽ ആക്ച്വലി 39 മുതലാണ് സ്ട്രാറ്റജീസ് ഓഫ് കർമ്മം പറയുന്നതെങ്കിലും 31 മുതൽ ഈ കൃഷ്ണ ഈസ് നൗ ടോക്കിംഗ് അബൌട്ട് ദി ഇമ്പോർട്ടൻസ് ഓഫ് ഡ്യൂട്ടിയെ പറ്റിയിട്ട് പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അത് ചില ആൾക്കാർ അത് കർമ്മയോഗത്തിന്റെ പാർട്ടായിട്ട് പെടുത്തിയിട്ടുണ്ട്. ഞാൻ എന്നെ സംബന്ധിച്ചോളം ഞാനത് ആലോചിച്ച് നോക്കിയപ്പോൾ ഡ്യൂട്ടിയും ഡ്യൂട്ടിയുടെ ഇമ്പോർട്ടൻസും കർമ്മത്തിന്റെ പോർഷനായിട്ട് ചേർക്കണം എന്ന് തോന്നിയതുകൊണ്ടാണ് ഞാനത് കർമ്മം എന്ന് പറഞ്ഞത്. ദാറ്റ് ഇസ് ഓക്കെ. താങ്ക് യു ഫോർ പോയിന്റിങ് ഔട്ട് ദാറ്റ്. ആൻഡ് ദെൻ നെക്സ്റ്റ്, അത് ആദ്യം ഈ അർജുനൻ ഇവിടെ നമ്മളെ സെൽഫിഷ്നെസ് എന്നും സെൽഫ്ലെസ്നെസ് എന്നുള്ളതിന്റെ പ്രിൻസിപ്പിൾ നമ്മൾ ആദ്യം ഞാനത് ആക്ച്വലി ഐ ഷുഡ് ഹാവ് ഡിഫൈൻഡ് ദാറ്റ് ഓൾസോ ഇൻ ദ ബിഗിനിങ്. മറ്റേ ബ്രഹ്മം ഈശ്വരൻ ഒക്കെ ഡിഫൈൻ ചെയ്തപ്പോൾ സെൽഫിഷ്നെസിന്റെ കാര്യം പറഞ്ഞില്ല. സെൽഫിഷ്നെസ് എന്ന് നമ്മൾ പറയുന്ന ആ മനസ്സിന്റെ ഒരു ആസ്പെക്ട് ഉണ്ടല്ലോ, നമ്മൾ ഔട്ട്വേർഡ് ഫങ്ഷണലിലെ ലെവലില് സെൽഫിഷ്നെസ് എന്ന് എന്താ പറയാ, നമ്മള് സെൽഫിഷ്നെസ് സ്വാർത്ഥത എന്ന് പറയുന്നതല്ല ഇവിടെ സെൽഫിഷ്നെസ് എന്ന് പറയുന്നത്. അതായത് ഇവിടെ സെൽഫിഷ്നെസ് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ഫോർഗെറ്റിംഗ് ദ ഫാക്ട് ദാറ്റ് യു ആർ സെൽഫ് ആൻഡ് ദാറ്റ് യു ആർ BMI എന്ന് പറയുന്ന ആ ഒരു ആസ്പെക്റ്റിനെയാണ് ഞാൻ സെൽഫിഷ്നെസ് എന്ന് പറയുന്നത്, ഒരു വളരെ ടെക്നിക്കൽ ലെവലിൽ. അപ്പൊ എന്റെ മനസ്സും ബുദ്ധിയും ശരീരത്തിനെയും സാറ്റിസ്ഫൈ ചെയ്യുന്ന സംഗതികളുടെ പുറകെ ഞാൻ പോകുന്നതിനെ സെൽഫിഷ്നെസ് എന്ന് പറയും. അപ്പൊ അതിന്റെ ഫങ്ഷണൽ ലെവലിൽ വരുമ്പോൾ സ്വാർത്ഥത വരും, അത് വേറെ കാര്യം. പക്ഷെ ആ ഫങ്ഷണൽ ലെവലിലുള്ള സ്വാർത്ഥത അല്ല അർജുനൻ കാണിച്ചത്. അർജുനൻ കാണിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇത് എന്റെ മറ്റേ പിതാമഹൻ, ഇത് എന്റെ കസിൻ എന്നൊക്കെയുള്ള വേർതിരിവാണ് കാണിച്ചത്. ആ വേർതിരിവാണ് ഞാൻ പറഞ്ഞത് സെൽഫിഷ്നെസ് എന്ന് പറഞ്ഞ് ഉദ്ദേശിച്ചത്. Very correct. Thank you so much. Satish ji, Shubha here. Yes, Shubha. Namaste. Namaste, Shubha teacher. When you explained that 4 Mahavakyas, that each wave feels that the individuality of each wave, it is same as the ocean. Another existence and other vannale we can experience, or is it connected with that? Yeah, correct. When you are existing only, you are talking. നമ്മളിപ്പോ ഈ പറയുന്ന വേദാന്തവും ഫിലോസഫിയും ഭഗവത്ഗീത ഫിലോസഫിയൊക്കെ സംസാരിക്കുന്നത് നമുക്ക് ജീവനുള്ളതും നമ്മൾ എക്സിസ്റ്റ് ചെയ്ത് ബോഡി മൈൻഡ് ഇന്റലക്റ്റിൽ ഇരിക്കുന്നത് കൊണ്ട് മാത്രമാണ്, അല്ലെ? അതല്ലെങ്കിൽ പിന്നെ ഇതിന്റെ ഒന്നും സംസാരത്തിന്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ് ഇറ്റ് ഈസ് ഇൻഎക്സ്പ്ലിക്കബിൾ എന്ന് പറഞ്ഞത്. സെൽഫ്, നമ്മൾ സെൽഫ് മാത്രമാണെങ്കിൽ നമ്മൾ ഇവിടെ ഫിസിക്കൽ എക്സിസ്റ്റൻസ് അല്ല. വി ആർ എവരിവർ. വെൻ അവർ ബോഡി മൈൻഡ് ആൻഡ് ഇന്റലക്ട് ഡിസപ്പിയേഴ്സ്, വി ആർ എവരിവർ. അപ്പൊ നമുക്ക് ഇതിനെപ്പറ്റി സംസാരിക്കാനോ ചിന്തിക്കാനോ ഒന്നും ആവശ്യമില്ല. കാരണം ചിന്തയും സംസാരവും ഒക്കെ എന്റെ മനസ്സിന്റെയും ബുദ്ധിയുടെയും ഇന്റലക്റ്റിന്റെയും ഒക്കെ ആസ്പെക്ടുകളാണ്, സെൽഫിന്റെ ആസ്പെക്ട് അല്ല അതൊക്കെ. But every time that feeling of existence doesn't come, so but that doesn't mean that we aren't experiencing. ഫീലിംഗ് ഓഫ് എക്സിസ്റ്റൻസ് എപ്പോഴാ ഇല്ലാത്ത അവസ്ഥ അല്ല, ഈ ആബ്സല്യൂട്ട് റിയാലിറ്റിയുടെ എക്സിസ്റ്റൻസ് അല്ലേ, അതിനെ കുറിച്ചല്ലേ നമ്മൾ പറയുന്നത്. അത് അബ്സല്യൂട്ട് എക്സിസ്റ്റൻസിന്റെ മാത്രമല്ല, നമ്മള് ഈ അബ്സല്യൂട്ട് സംഗതിയുടെ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് തെറ്റാണ്. ഈ അബ്സല്യൂട്ട് സംഗതിയാണ് എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത്. അത് നമ്മളെപ്പോഴും ആണത്. വി ആർ ഓൾവേസ് എക്സിസ്റ്റിംഗ് ആൻഡ് വിതിൻ ദ ബോഡി ഓൾസോ വി നോ ദാറ്റ് ഐ ആം എക്സിസ്റ്റിംഗ്. അതുകൊണ്ടാണ് അത് ട്രാൻസ്ലേറ്റ് വന്നിട്ടാണ് ഞാൻ ഐ ആം എക്സിസ്റ്റിംഗ് എന്ന് പറയുന്നത്. അതെപ്പോഴും ഉള്ളതാണ്. ആ എക്സിസ്റ്റൻസിനെ പറ്റിയിട്ട് നമുക്ക് ബോധമില്ലാണ്ട് കിടക്കുന്ന ഒരു അവസ്ഥയാണ് ഡീപ് സ്ലീപ്പ് സ്റ്റേറ്റ്. പക്ഷേ അപ്പൊ മാത്രമേ ഉള്ളൂ. അത് എണീറ്റ് കഴിയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നുണ്ട്. ബിക്കോസ് ഇറ്റ് ഈസ് സ്റ്റിൽ ഇൻ സബ് കോൺഷ്യസ് മൈൻഡ് വി ഹാവ് എക്സ്പീരിയൻസ്ഡ് ഫീലിംഗ് ഓഫ് എക്സിസ്റ്റൻസ്. അതുകൊണ്ടാണ് എനിക്ക് നല്ല സുഖമായിട്ട് ഞാൻ ഉറങ്ങി എന്നൊക്കെ നമ്മൾ പറയുന്നത്. അപ്പൊ എക്സിസ്റ്റൻസ് എപ്പോഴും ഉള്ളതാണ്. ഇറ്റ് നെവർ ഗോസ് അവേ. ഇറ്റ് ഈസ് ഓൾവേസ് ദർ. Existence is Satiji,
ഇപ്പം നമുക്ക് ആ അവയർനെസ് ഇല്ലെങ്കിലും that is there. It is always there. At existence aspect, the self in the existence another. It is always there. Adinu nammal even nammal marichu kayinalum adu it is there. It is there. It is adondana ipo ee summary il paranathu that self is eternal, it is undivided, it is always there, it cannot be perished, it cannot be cut, it cannot be wet, it cannot be dried എന്നൊക്കെ പറഞ്ഞിട്ടുള്ള എക്സ്പ്ലനേഷൻ ഇപ്പൊ കേട്ടത് അതിനു വേണ്ടി അതുകൊണ്ടാണ്. അല്ല അന്നേരം അത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്യണമെന്നില്ല, ആ എക്സിസ്റ്റൻസിന്റെ ദാറ്റ് ഇസ് ദേർ. സോ നമ്മൾ ഈ ശരീരത്തിൽ ഇരിക്കുമ്പോൾ, ശരീരം മനസ്സ് ബുദ്ധി ശരീരത്തിൽ ഇരിക്കുമ്പോൾ എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരൊറ്റ സമയമുള്ളൂ. ദാറ്റ് ഈസ് ഓൺലി വെൻ യു ആർ ഇൻ ദ ഡീപ് സ്ലീപ് സ്റ്റേറ്റ്. ആ സമയത്ത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നില്ല എന്നുള്ളൂ, പക്ഷേ വി ഹാവ് ദ മെമ്മറീസ് ഓഫ് ദാറ്റ് എക്സ്പീരിയൻസ്. അതുകൊണ്ടാണ് എണീറ്റ് കഴിയുമ്പോൾ ഞാൻ എനിക്ക് സുഖമായിരുന്നു എന്ന് പറയുന്നത്. അപ്പൊ അത് ഇല്ലാത്തൊരവസ്ഥ ഇല്ല നമുക്ക്. ഇത് ഫസ്റ്റ് ചാപ്റ്ററില് അർജുനന്റെ സാത്വിക് മൈൻഡ്, when I saw the slide സതീജി, അത് അവിടെ സാത്വിക് മൈൻഡ്. പക്ഷെ ഈ നമ്മൾ ഫർദർ പ്രോഗ്രസ് ആവുമ്പോഴല്ലയോ അർജുനന്റെ സാത്വിക് മൈൻഡിലോട്ടാവുന്നത്. ഇപ്പം അതായത് അവിടെ നമ്മള് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് സാത്വിക് മൈൻഡ് ആണെന്ന് ഞാൻ അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അർജുനന് ആ മൈൻഡ് ഉള്ളത് കൊണ്ടാണ് അർജുനൻ അവിടെ നിന്ന് എല്ലാം ഇട്ടെറിഞ്ഞ് ഓടിപ്പോവാണ്ടിരുന്നത്. ഹി വാണ്ടഡ് ടു ലിസൺ ടു കൃഷ്ണ ആൻഡ് ദെയർഫോർ he could face up to the challenges. ആണോ വേണ്ടയോ എന്നുള്ളത് ശ്രീകൃഷ്ണന്റെ ഉപദേശം കേട്ടതിന് ശേഷം ഡിസൈഡ് ചെയ്യാമെന്ന്. പക്ഷെ പലപ്പോഴും പല മീഡിയം അതായത് മീഡിയോക്കർ പെർഫോമേഴ്സ് അല്ലെങ്കിൽ ആവറേജ് പെർഫോമേഴ്സ് എന്ന് പറയാം. ആവറേജ് പെർഫോമേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ, നമ്മളെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ് ഞാൻ സംസാരിക്കുന്നത്. ആവറേജ് ആയിട്ടുള്ള പെർഫോമേഴ്സ് എന്താ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാലഞ്ചസോ ബുദ്ധിമുട്ടുകളോ വരുമ്പോൾ ഇട്ടെറിഞ്ഞ് ഓടിപ്പോകും. അതോടെ അവർ തോറ്റു. പിന്നെ they don't succeed in life. അത് ഇട്ടറിയാണ്ട് നോ ഐ വിൽ ഫൈറ്റ് ദിസ്. ഓക്കെ, എനിക്ക് ഐ എം ഫീലിംഗ് ഡിജക്റ്റഡ് ആൻഡ് ഐ എം ഗോയിങ് ടു റൺ, ബട്ട് ഐ വിൽ നോട്ട് റൺ. ഐ വിൽ സീക്ക് ദ ഹെൽപ്പ് ഓഫ് സംബഡി ഹു ക്യാൻ ഹെൽപ്പ് മീ എന്ന് പറയുന്ന ഒരു സംഗതിയിലേക്ക് പോകും. അത് മേ ബി ഇറ്റ് കുഡ് ബി സെൽഫ് സ്റ്റഡി, മേ ബി ഇറ്റ് ബി സെൽഫ് സാധന, പക്ഷെ ഓർ ഇറ്റ് കുഡ് ബി റീച്ചിങ് ഔട്ട് ടു എ ഗുരു ഓർ എ ടീച്ചർ ഓർ സംബഡി ഹു ക്യാൻ ഹെൽപ്പ് ഔട്ട്, എന്നിട്ട് സംസാരിച്ച് ഏണസ്റ്റ് ആയിട്ട്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ അവിടെ ചോദ്യങ്ങൾ, പിന്നെ നമ്മുടെ ദുഃഖങ്ങൾ മുഴുവനും പറഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ അതിന്റെ കണ്ടീഷൻസ് പറഞ്ഞതിന് ശേഷം വി ലിസൺ ടു ദാറ്റ് ഗുരു. അർജുനൻ ലിസൺഡ് ടു ദാറ്റ് ഗുരു. അങ്ങനെ ഗുരു പറയുന്നത് കേൾക്കാൻ ആയിട്ടുള്ള ഒരു മനസ്ഥിതിയും ആ പറയുന്ന സംഗതികളിൽ സംശയമുണ്ടെങ്കിൽ മാത്രം ചോദ്യം ചോദിക്കുകയും എന്നിട്ട് അത് മനസ്സിലാക്കുകയും ശ്രമിക്കുന്ന ഒരു മനസ്സ്. അതല്ലാണ്ട് ചില ആൾക്കാരുണ്ട്, ഈ ഒരു ആവറേജ് പെർഫോമേഴ്സ് അല്ലെങ്കിൽ എന്ന് പറയുന്ന ആൾക്കാര് പലപ്പോഴും എന്താ വെച്ചാൽ ഞാൻ ഒരു ഡിസിഷൻ അങ്ങനെ എടുക്കും, ഞാൻ പോവാണ്, എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ ആര് പറഞ്ഞാലും ഒക്കെ അങ്ങനെയൊക്കെ അതൊക്കെ പറയാം, അതൊക്കെ പറയാം. ഇപ്പൊ നമ്മളെ മറ്റേ ഈ ചില സിനിമയിലൊക്കെ ഇന്നസെന്റ് ഒക്കെ പറയണവിടെ ഇതൊക്കെ ഞാൻ കുറെ കണ്ടതാ എന്നുള്ള മട്ടില് എന്നിട്ട് തർക്കിക്കും, എന്നിട്ട് പോകും. അപ്പൊ അത് സാത്വിക് മൈൻഡ് അല്ല, അവിടെ താമസികമായിട്ടും രാജസികമായിട്ടുള്ള മൈൻഡ് ആയതുകൊണ്ടാണ്. അർജുനൻ അങ്ങനത്തെ ആളല്ല. അതുകൊണ്ട് ശ്രീകൃഷ്ണന്റെ ടീച്ചിങ് സ്ട്രാറ്റജീസിലും ആ വ്യത്യാസങ്ങൾ പലപ്പോഴും കാണാൻ പറ്റും. അത് നമ്മൾ ഐ വിൽ പോയിന്റ് ഔട്ട്. എന്നുവെച്ചാൽ അത് തന്നെ പറയും, ഇത് തുടങ്ങി കഴിഞ്ഞാൽ ഏറ്റവും അവസാനം ശ്രീകൃഷ്ണന്റെ അടുത്ത് അർജുനന്റെ അടുത്ത് ശ്രീകൃഷ്ണൻ പറയുന്നുണ്ട്, ഇതൊക്കെ നീ കേട്ടു, ഇനി നൗ ഇറ്റ് ഈസ് അപ് ടു യു എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പൊ അർജുനന് വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. സോ അങ്ങനെ ടീച്ചിങ്ങിലും ഗുരുവിന്റെ സൈഡിൽ നിന്നുള്ള സ്ട്രാറ്റജിയിലും ചില സംഗതികൾ കാണാൻ പറ്റും. അവിടെ എത്തുമ്പോൾ അത് പറയാം. പക്ഷെ അതിനു മുമ്പ് അർജുനന്റെ സ്ട്രാറ്റജി എന്താണ്? ഐ നോ ഇറ്റ് ഈസ് ഐ ആം ഗോയിങ് ടു ഫ്ലീ, ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നിലത്ത് വെച്ചു. പക്ഷേ ഐ വിൽ നോട്ട് ഫ്ലീ, ഐ വിൽ കീപ്, ഐ വിൽ ലിസൺ, I will decide that I will listen to saner counsel, and after that only I will take the final decision to quit or not quit എന്ന് പറയുന്ന ആ മനസ്ഥിതിയെ പറ്റിയിട്ടാണ് ഞാൻ സാത്വിക് എന്ന് പറഞ്ഞത്. An open mind, it is an open mind, a flexible mind, a fluid mind and an open mind. ഇത് നമ്മുടെ ഈവൻ വേറെ പല ആപ്ലിക്കേഷൻസിലും നമുക്ക് ഈ ഫ്ലൂയിഡിറ്റി ഓഫ് തോട്ട് ഇസ് റിക്വയർഡ് to solve critical and complex problems. ഈ കോംപ്ലക്സ് പ്രോബ്ലംസ് ഒക്കെ നമ്മൾ ഒരു സംഗതി എനിക്കറിയാം, this is how I have to do, അല്ലെങ്കിൽ this is the knowledge that I have and I am going to solve this using this knowledge എന്ന് ഞാൻ കടുംപിടുത്തം പിടിച്ച് ചില കോംപ്ലക്സ് പ്രോബ്ലംസ് വരുമ്പോൾ സോൾവ് ചെയ്യാൻ ഇരുന്നിട്ട് I find that it cannot be solved എന്ന് പറയുമ്പോൾ then I decide no, it cannot be solved, it is an intractable problem എന്ന് ഞാൻ ഡിസൈഡ് ചെയ്യുന്നത് തോട്ട്ലെസ്നെസ് ആണ്. ദറ്റ് ഈസ് ഇന്നത്തെ ലോകത്ത് കോംപ്ലക്സ് തോട്ട് പവേർഡ് പ്രോജക്ട്സ് ആൻഡ് വർക്ക്സ്
അതിൽ വരുമ്പോൾ ഈ എന്റെ നോളജിന്റെ ലിമിറ്റ്സ് വരുമ്പോൾ ഐ വിൽ ടച്ച് ആ ലിമിറ്റിന്റെ നോളജിന്റെ ലിമിറ്റിൽ എത്തുമ്പോൾ ഐ ഷുഡ് നോ ഐ ഹാവ് റീച്ച് ദ ലിമിറ്റ്. അതല്ല എനിക്കൊക്കെ അറിയാം, ഇതൊക്കെ അറിയാം, ഇത് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റാത്തതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ആർ ലോസ്റ്റ്, യു ബിക്കം ആവറേജ്. അതിന് പകരം യെസ് ഐ നോ ദർ ഇസ് എ നോളജ് ഡെഫിസിറ്റ്, ഐ വിൽ നൗ സീക്ക് കൗൺസിൽ. എങ്ങനെയാണ്? ഐ മൈറ്റ് റെഫർ various magazines, reference materials and other places, or I might go to libraries and scourge the books, or I might go to somebody who is considered as an expert in the field and talk to him, find an appointment, go to him, talk, and then I will realize the limits of my knowledge, and then I will learn new things, I will expand, I will make changes to my mind, I will expand, I will gather more knowledge, and I will therefore be able to find new solutions, new ways of attacking the problem and solve it. That is the mind. അതാണ് സാത്വിക് മൈൻഡ് എന്ന് പറയുന്നത്. The mind that is capable of identifying its own knowledge deficits and take appropriate actions to fill the knowledge gaps and apply new knowledge by expanding the mind and utilizing that knowledge. That is sattvic nature. Knowledge acquire ചെയ്യാനും ആ അക്വയർ ചെയ്യുന്ന പ്രോസസ്സിൽ സന്തോഷം കണ്ടെത്താനും ഉള്ള knowledge and happiness are the aspects of sattva guna എന്ന് നമ്മൾ ഇനി 14th ചാപ്റ്ററിലൊക്കെ കാണും. സോ that is അതാണ് അങ്ങനത്തെ മൈൻഡായിരുന്നു അർജുനൻ.